إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. വളരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസിനികളെ, ഇസ്ലാമിക് സെൻ്ററിൻ്റെയും സുന്നി സെൻ്ററിൻ്റെയും പ്രഗത്ഭരായ നേതാക്കന്മാർ, മൊയ്തു ഹാജി കടന്നപ്പള്ളി, അതുപോലെ തന്നെ നമ്മുടെ ഹമീദ് സാഹിബ് തുടങ്ങി നമ്മുടെ സാദ് ഫൈസി ഉസ്താദ്, ഹംസ മൗലവി ഉസ്താദ് തുടങ്ങി പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെയും സംബന്ധിക്കുന്ന ഒരു അഹ്ലൻ റമദാൻ നമുക്കൊരിക്കലൂടെ സമാഗതമായിരിക്കുകയാണ്. അല്ലാഹു ശുദ്ധ റമദാനിനെ ഒരുങ്ങുന്നതും റമദാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നതും ഈമാനിൻ്റെ അടയാളമാണെന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിൻ്റെ അവസാനം എത്തുമ്പോൾ സ്വഹാബത്തിനെ വിളിച്ചു ചേർത്തുകൊണ്ട് പറയും, റമദാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതാക്കും ഷഹ്റു റമദാൻ. ആ ഒരു ചര്യയാണ് സത്യത്തിൽ ഈ അഹ്ലൻ റമദാൻ പ്രോഗ്രാമുകളുടെയൊക്കെ അടിസ്ഥാനം. അതാണ് അതാക്കും ഷഹ്റു റമദാൻ ഷഹ്റുൻ അല്ലമല്ലാഹു ഖദറഹ് എന്ന് പറഞ്ഞ് ദീർഘമായ ഖുതുബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ അല്ലെങ്കിൽ തന്നെ, ജുമുഅ അല്ലെങ്കിൽ തന്നെ മദീനയുടെ മിമ്പറിൽ കയറി നബി തങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നബി തങ്ങളുടെ ഖുതുബകൾ മുഴുവനും, എല്ലാം ജുമുഅയുടെ ഖുതുബ അല്ല, തങ്ങളുടെ മിമ്പറിൽ പറയുന്ന ഖുതുബകൾ. ജുമുഅ അല്ലെങ്കിൽ തന്നെയും അത്യാവശ്യ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവിടുന്ന് നേരെ മിമ്പറിൽ കയറും. അത് നബി തങ്ങളുടെ രീതിയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിഷയത്തിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെയാണ് അവിടുന്ന് ശഅബാനിൻ്റെ അവസാന യാമങ്ങളിൽ റമദാനെ പറ്റി പരിചയപ്പെടുത്താൻ ഒരു ഖുതുബ തന്നെ തങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്നാണ്. അത് ഖുലഫാ റാഷിദുകളൊക്കെ പിൻഗാമികളായ ആളുകളും അത് നിർവഹിച്ചു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്നു. എല്ലാവരെയും വിളിച്ചു, എല്ലാവരും വരണം, സ്വലാത്തു ജാമിഅ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വന്നു, പള്ളിയിലേക്ക് ഓടി വന്നു. ജുമുഅ നിസ്കാരത്തിൻ്റെ സമയമല്ല, ഒരു ഇസ്തിസ്ഖാഇൻ്റെയോ അങ്ങനെ ഒരു ഖുതുബയും നടക്കാൻ സാധ്യതയില്ല. ഉമർ തങ്ങൾ നേരെ മിമ്പറിൽ കയറി ഫഅസ്ന അലല്ലാഹ്, അള്ളാഹുവിന് ഒരുപാട് സ്തുതി പറഞ്ഞ് മുത്തുനബി തങ്ങളുടെ മേൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ ഞാൻ ഉമർ ഖുറൈശികളിലെ പല ഗോത്രക്കാർക്കും എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ഖുബ്സിന് പകരം അവരുടെ ആടുകളെ മേച്ചു കൊടുത്തിരുന്ന ആളാണ് ഞാൻ കേട്ടോ. ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും എന്ന് പറഞ്ഞ് മിമ്പറിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. പക്ഷേ എന്തേ ഇപ്പം നിങ്ങളാ പറഞ്ഞത്? ഞങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് പണ്ടെന്തോ നിങ്ങൾ ഒരു ഖുബ്സിന് പകരം ആടുകളെ മേച്ചു കൊടുത്തിരുന്നു എന്ന് പറയാൻ. ആ സമയം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹൻത നഫ്സക യാ ഇബ്നുൽ ഖത്താബ്, ഉമർ എന്നവരെ നിങ്ങൾ സ്വയം ഇങ്ങനെ അപമാനിതനാകാനാണ് അപ്പോൾ ഞങ്ങളൊക്കെ വിളിച്ചു മിമ്പർമ കയറിയിട്ടൊക്കെ വലിയ കാര്യം പറയുന്നത് പറഞ്ഞു. അതൊരു അത്യാവശ്യ കാര്യം ഞാൻ പറയാൻ വേണ്ടി നിങ്ങൾ വിളിച്ചതാണ്. ഒന്നുമില്ല, നജിദിൽ നിന്നൊക്കെ ഒരുപാട് പ്രമാണിമാരായ ആളുകൾ സംഘമായി എന്നെ കാണാൻ വേണ്ടി ഒരുപാട് സംഘങ്ങൾ എന്നെ കാണാൻ വേണ്ടി മദീനത്തേക്ക് വന്നപ്പോൾ എനിക്കിങ്ങനൊരു തോന്നി, പടച്ചോനെ ഞാൻ തരക്കേടില്ലല്ലോ, ഞാൻ ആ പഴയ ആൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ മിമ്പറിൽ കയറിയത്. ഞാൻ വലിയ ആളൊന്നുമല്ല, പണ്ട് ഒരു റൊട്ടിക്ക് വേണ്ടി ആടുകളെ മേച്ചു കൊടുത്തിരുന്ന ആളാണ്. എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ചിന്ത പോവാനാ ഞാൻ ഈ പണി ചെയ്തത് എന്ന് പറഞ്ഞു ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. ആമീൻ. സമയം 10 മണിയായി.
കഴിഞ്ഞ 2 ആഴ്ചയും ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ കുറേ നേരം നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ആഴ്ചയെങ്കിലും കുറച്ച് നേരം നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പോക്ക് പോയാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഏതായാലും എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ചർച്ച ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് കുറച്ച് സമയം ഇന്ന് നേരം വൈകിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. കഴിഞ്ഞ 2 ആഴ്ച ഇച്ചിരി തിരക്കായി പോയിരുന്നു, നിങ്ങളോടൊന്നും അത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൽ ഉറപ്പൊന്നും വിചാരിക്കരുത്. വിശുദ്ധ റമദാൻ വന്നിരിക്കുകയാണ്, അടുത്തെത്തിയിരിക്കുകയാണ്. ഖദ് ജാഅക്കും ഷഹ്റു റമദാൻ ഷഹ്റുൻ മുബാറക്. പരിശുദ്ധമായ ഈ മാസം സ്വീകരിക്കാനും അതർഹിക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനും അള്ളാഹുവിൽ നിന്ന് ഇത്ഖ് നരകമോചനം എല്ലാ വർഷവും ഇങ്ങനെ ചോദിച്ചു വാങ്ങി ഓരോ വർഷത്തിലും നമുക്ക് വന്നു പോകുന്ന തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാനുള്ള ഈ അവസരം ഉപയോഗപ്പെടുത്താനും റഹ്മാനായ റബ്ബ് അള്ളാഹു നമുക്ക് കനിഞ്ഞ് അരുളി അവൻ്റെ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ യഹ്യ ഇബ്നു അബീ കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറഞ്ഞത്, ദുആഉ സലഫ്, മുൻഗാമികളായ ആളുകൾ 6 മാസം അള്ളാഹുവിനോട് ചോദിക്കുമായിരുന്നു എന്നാ റമദാൻ വരാൻ. ആ ഒരു അവസരം നമ്മുടെ മുമ്പിലേക്ക് പടിവാതിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റമദാനിലെ ഉംറ ഒരു ഹജ്ജിന് തുല്യമാണ്. ഹജ്ജ് ചെയ്യേണ്ടവർക്ക് റമദാനിൽ ഉംറ പോയാൽ മതിയോ? അതുപോരാ, ഹജ്ജ് തന്നെ ചെയ്യണം. പക്ഷേ ഈ റമദാനിലെ ഉംറയുടെ കൂലി ഹജ്ജിൻ്റെ പ്രതിഫലമാണ്. അപ്പോൾ നമ്മുടെ സെൻറ്ററിൽ നിന്നൊക്കെ പോകുന്ന ഈ ഉംറയുടെ പാക്കേജുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിൻ്റെ വാതിൽ അള്ളാഹു തുറന്നു തരാണ്. സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു വെച്ച് നരകത്തിൻ്റെ വാതിലുകൾ അള്ളാഹു അടച്ചു വെച്ചിട്ട് നന്മയിലേക്ക് വരാനുള്ള എല്ലാ സാഹചര്യവും തന്നിട്ട് ഒരാൾ സ്വർഗത്തിലേക്ക് കയറി വരുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? അള്ളാഹ് തുറന്നു വെച്ചിരിക്കുകയാണ് പൂരി എന്ന് പറഞ്ഞിട്ട്, ഞാൻ വരുന്നില്ല, സമയമായിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഈ റമദാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് ഉപയോഗപ്പെടുത്തണം. ശരിക്കും അള്ളാഹു നമുക്ക് ഖൈർ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രി നമുക്കതിൽ അള്ളാഹു വെച്ചു. 1000 മാസം എന്ന് പറയുന്നത് 83.34 മാസമാണ്. അതായത് ഏകദേശം 84 വർഷം, 83 വർഷവും 4 മാസവും 84 കൊല്ലം എന്ന് മൊത്തത്തിൽ പറയാം. 84 വർഷം നമുക്ക് ആയുസ് കിട്ടുകയാണ്. അവസാനത്ത് ആ ഒരു 5 രാത്രികൾ 21, 23, 25, 27 കഴിഞ്ഞിട്ട് റമദാൻ പിരിച്ചുവിടരുത്, 29 കൂടെ വരുന്നുണ്ട്. ഇതൊക്കെ ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാവുകളാണ്. അങ്ങനെ വന്നാൽ ഒരു വർഷം 84 വർഷം നമ്മുടെ ആയുസ്സിൽ വർധനവ് വരികയാണ്. 10 റമദാനൊക്കെ കിട്ടിയാൽ 840 കൊല്ലം ജീവിച്ച മേനിയാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. 10 റമദാനിലെ 10 ലൈലത്തുൽ ഖദർ കിട്ടിക്കഴിഞ്ഞാൽ 20 റമദാനൊക്കെ കിട്ടിയാൽ എത്രയായിരിക്കും? സുബ്ഹാനല്ലാഹ്. 8 16 അല്ലേ, 1600 കൊല്ലം ജീവിച്ച മേനി വരും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഏതായിരുന്നാലും അല്ലാഹുവേ, ഈ റമദാൻ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് തരണേ റബ്ബേ. റമദാനിലെ എല്ലാ രാത്രിയിലും ഉതഖാഉ മിനന്നാർ, നരകത്തിൽ നിന്ന് ഓരോ രാത്രിയിലും ചില ആളുകൾ അല്ലാഹു മോചിപ്പിച്ചു കൊടുക്കുന്നതാണ്. ചിലപ്പോൾ വളരെ ചെറിയ ആക്ട് ഓഫ് കൈൻഡ്നെസ്, നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ദയയുള്ള കാരുണ്യമുള്ള ഒരു ചെറിയ പ്രവർത്തനം മതിയാവും ഒരു പക്ഷേ രക്ഷപ്പെട്ടു പോവാൻ. നമ്മൾ വിചാരിക്കരുത് റബ്ബേ ഞാനിപ്പോൾ ഇങ്ങനെ കുരുത്തക്കേട് കളിച്ചിട്ട് പോയി റമദാനിൽ മാത്രം നന്നായിട്ട് വല്ല കാര്യമുണ്ടോ, അങ്ങനെ ചിന്തിക്കരുതെന്നാ. ദഖല റജുലുൻ അൽ ജന്ന ഫീ ഷൗക, ഒരു മുള്ള് വഴിയിൽ നിന്ന് എടുത്തു മാറ്റിയത് കൊണ്ട് സ്വർഗത്തിലേക്ക് ഒരാൾ കടന്നിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വദഖല റജുലുൻ അൽ ജന്ന ഫീ ഷജറത്തിൻ കാനത് ഫീ വസത്തി ത്വരീഖ്, വഴിയുടെ മധ്യത്തിൽ ജനങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്ന ഒരു മരം, ഖതഅഹ, ആ മരം അദ്ദേഹം മുറിച്ചു മാറ്റിയതിൻ്റെ പേരിൽ ഒരാൾക്ക് അല്ലാഹു സ്വർഗം കൊടുത്തുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചെറിയ, നമുക്കറിയാലോ, നായക്ക് വെള്ളം കൊടുത്തു. ബഗിയുൻ മിൻ ബഗായ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വേശ്യാവൃത്തി ചെയ്തിരുന്ന പെണ്ണ് ഒരു നായക്ക് വെള്ളം അത് വെറുതെ വെള്ളം കൊടുത്താലും പോരെന്ന ആ ഹദീസിനെ സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലൊക്കെ വന്ന ഹദീസല്ലേ അത്. അപ്പോൾ അതിനെ മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചപ്പോൾ, ഞാൻ ഈ നായക്ക് വെള്ളം കൊടുത്താൽ ഇത് അള്ളാഹു സ്വീകരിക്കുമല്ലോ എന്ന നിയ്യത്തോടുകൂടെ ആ പെണ്ണ് കുടിക്കാൻ കൊടുത്തു എന്നാ. എന്നല്ലാതെ വെറുതെ ഇപ്പോൾ എത്രയോ ആളുകൾ നന്മ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ നന്മ അള്ളാഹുവിന് ഇഷ്ടമാണ്, ഒരുപക്ഷെ അള്ളാഹു ഇത് സ്വീകരിച്ചാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ, അങ്ങനെ ഒരു നിയ്യത്തോടുകൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ചെറിയ കാര്യം ചെയ്താലും ഒരു പക്ഷേ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെടൂലേ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഈ വിശുദ്ധമായ മാസത്തെ നമ്മൾ വരവേൽക്കുകയാണ്. കുല്ലു അമലി ബിനി ആദമ ലഹ്, എല്ലാ അമലുകളും മനുഷ്യനുള്ളതാണ്. അല്ലാഹു തആല 10 മുതൽ 700 വരെ കൂലി അല്ലാഹു ഓരോ കർമ്മത്തിനും തന്നേക്കും. ഇല്ല സൗം,
നോമ്പിനൊഴികെ അത് എനിക്കുള്ളതാണ്, അതിൻ്റെ കൂലി ഞാൻ വാരിക്കോരി കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നൊരു ഹദീസ് സ്വഹീഹൈനിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കാരണം നോമ്പെന്നത് ക്ഷമയാണ്. ദാഹിക്കുന്നുണ്ട്, സിസർ വലിക്കുള്ള ആൾക്കാർക്ക് വലിയ പ്രയാസമായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ സിസർ വലിക്കുന്ന കണ്ട അവർക്ക് ഒരാൾ വെള്ളം കുടിക്കുന്ന കണ്ടാലൊന്നും വലിയ ടെംപ്റ്റേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. റഹ്മാൻ റബ്ബേ, സിസറാണല്ലോ വലിക്കണത്, എന്നെ കൊണ്ടാവണില്ലല്ലോ, ഞാൻ ഇപ്പോൾ നോമ്പുകാരനായിപ്പോയല്ലോ. ചിലപ്പോൾ അയാൾക്ക് അതായിരിക്കും വലിയ ടെംപ്റ്റേഷൻ. ഷാപ്പാട്ട് രാമന്മാരാണെങ്കിൽ പിന്നെ ഭക്ഷണം കണ്ട റെസ്റ്റോറൻ്റൊക്കെ പൂട്ടിക്കിടക്കുന്നത് പോലെ ഭാഗ്യമാണ്. ഇതെങ്ങാനും തുറന്നു കിടന്ന് ഓരോരുത്തർ ഏമ്പക്കെട്ട് ഇറങ്ങി വരുന്നത് കണ്ട റഹ്മാനായ റബ്ബേ, ഞാനാണെങ്കിൽ നോമ്പ് നോറ്റ്. അപ്പോൾ അങ്ങനെ ക്ഷമ വേണ്ടി വരും, നല്ല ക്ഷമിക്കേണ്ടി വരും. പിന്നെ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരമോ അല്ലെങ്കിൽ ചീത്ത പറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ എന്താ നമ്മൾ പറയേണ്ടത്? ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണോ എന്ന് പറയണമെന്നാണ്. അതിനർത്ഥം ഞാൻ ക്ഷമിക്കുകയാണ് കേട്ടോ, ഞാൻ പഴയ ആളല്ല, ഞാനിപ്പോൾ നന്നായിട്ടുണ്ട്. ഇന്നി സ്വാഇമുൻ. ഇങ്ങനെ നോക്കിയാൽ എല്ലാം ക്ഷമയാണ്, ശരിക്കും ക്ഷമിക്കുകയാണ്. ക്ഷമക്കാണെങ്കിലോ നൽകുന്ന കൂലി വലിയ പ്രതിഫലമാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കയ്യും കണക്കില്ലാതെ അല്ലാഹു തആല സ്വാബിരീങ്ങൾക്ക് കൂലി കൊടുക്കുന്നതാണ്. അൽഹംദുലില്ലാ. സ്വാബിർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കും. സ്വാബിർ മാട്ടൂർ സാഹിബ് ഇവിടെ അല്ലേ, പോയോ? അപ്പോൾ ആ പേരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നല്ലോണം ക്ഷമിക്കണം. സ്വാബിറൂൻ, നല്ലോണം ക്ഷമിക്കുന്ന ആളുകളാണ്, എമ്പാടും ക്ഷമിക്കേണ്ടി വരുന്നത്. അപ്പോൾ ക്ഷമയാണ് നോമ്പ്. ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വമാലിഹി വനഫ്സിഹി വവലദിഹി വജാരിഹി യുകഫിറുഹ അസ്സിയാമു വസ്സലാത്തു സ്വദഖ വൽഅംറു ബിൽ മഅറൂഫി വന്നഹിയു അനിൽ മുൻകർ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം എന്നിവരും ഉദ്ധരിച്ചു. ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി, ഒരു മനുഷ്യന് തൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന ഫിത്ന, സ്വന്തം ഭാര്യയുമായി എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചത്, വമാലിഹി, സമ്പത്തിൽ വന്ന എന്തെങ്കിലും പരീക്ഷണങ്ങൾ, വനഫ്സിഹി, സ്വന്തം ശരീരത്തിൽ തന്നെയും, വവലദിഹി വജാരിഹി, മക്കളിലോ അയൽവാസിയിലോ നമ്മൾ അവരോടൊക്കെയുള്ള പെരുമാറ്റത്തിൽ സ്വന്തത്തോട് ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരത്തിൻ്റെ നേരത്തെ നിസ്കരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിസ്കാരം ഖളാ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന സ്വന്തത്തോട് ചെയ്യുന്ന തെറ്റ്. അയൽവാസിയോട് എന്തെങ്കിലും നമ്മൾക്ക് ഈദാ ചെയ്യാൻ പാടില്ല എന്ന, വേസ്റ്റൊന്നും അയൽവക്കക്കാരൻ്റെ ഡോറിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കരുത്. കണ്ടാ, നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഏതായാലും ലിഫ്റ്റിലൂടെ ഇറങ്ങിപ്പോവല്ലേ, അതുകൊണ്ട് ഈ വേസ്റ്റ് അവിടെ വന്നോട്ടെ, ബാച്ചിലർ റൂമിലോ അല്ലെങ്കിലൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊരു വേസ്റ്റിൻ്റെ ബാഗ് തൊട്ടടുത്ത ഫ്ലാറ്റുകാരൻ്റെ ഡോറിൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കുക. ഒന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് അവർക്കൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ അവരുടെ ഇമ്പ്രഷൻ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടാക്കലാണ്. അതൊരു തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്നാണ്. നമ്മുടെ റൂമിൻ്റെ അകത്ത് തന്നെ വെക്കുക, പുറത്തു പോകുമ്പോൾ എടുത്തങ്ങ് ഇറങ്ങിയാൽ മതി. അയൽവാസിക്ക് ചെയ്തു കൊടുത്ത ഇതുപോലെയുള്ള ഉപദ്രവങ്ങൾ, ഒരു മനുഷ്യൻ്റെ മക്കളിൽ ഒരു മനുഷ്യന് സംഭവിക്കുന്ന എന്തെങ്കിലും, മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിധം എവിടെയെങ്കിലും ശ്രദ്ധിക്കാതിരുന്നു, ഏതെങ്കിലും വീട്ടിലൊക്കെ ചെന്ന് മക്കളൊക്കെ ചാടി കയറി അവിടുത്തെ സർവ്വ സാധനം അടിച്ചു പൊളിക്കുകയാണ്. കുട്ടികളല്ലേ, എന്താ ഇപ്പം പറയാൻ പറ്റൂലല്ലോ, ആര് വാപ്പ പറയാ? അങ്ങനത്തെ വാപ്പാർക്കൊക്കെ എന്താ കൊടുക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. തർബിയത്ത് ചെയ്യണമെന്നാ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ചെയ്യാൻ പാടില്ല, മക്കളെ അയച്ചു വിടാൻ പാടില്ല. എന്ത് ചെയ്യണം? തർബിയത്ത് ചെയ്ത് കൊടുക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം, ശിക്ഷണം കൊടുക്കണം എന്നാണ്. അപ്പം മക്കളിൽ നമ്മൾ വരുത്തിയിട്ടുള്ള ചില തെറ്റുകളുണ്ടാവും. അങ്ങനെ നമ്മുടെ സ്വന്തം വീട്ടിൽ ചെയ്യാത്ത ഇതൊക്കെ അന്യ വീട്ടിൽ പോയി ചെയ്യാൻ പാടുണ്ടോ? സ്വന്തം വീട്ടിൽ മാന്യമായി നിൽക്കുന്ന മക്കളാണ് വേറെ വീട്ടിൽ ചെന്നിട്ട് അവർ വൃത്തികേടാക്കി കൊടുക്കുക. ചെയ്ത് ഉമ്മയും വാപ്പയും ഇടപെടണം. പിന്നെ മക്കൾ അതിൻ്റെയും പരിധിക്കപ്പുറം ചെയ്തു കൂട്ടുന്നത് മക്കളല്ലേ, അൺലിമിറ്റഡ് എനർജിയാണെന്നാണ് പറയാം, കുട്ടികളെ സംബന്ധിച്ച് പറയാം. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യാതെ പോയിട്ടുണ്ട്. ഉദാഹരണങ്ങൾ പറയാൻ, ഇങ്ങനെ മക്കളിലോ കുടുംബത്തിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ ശരീരത്തോട് തന്നെയോ നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ, ചെറിയ പാപങ്ങളൊക്കെ, യുകഫിറുഹ സുയാം, നിങ്ങൾ എടുക്കുന്ന നോമ്പ് അതിനെ പൊറുപ്പിച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് കൊണ്ട് ഇതൊക്കെ അല്ലാഹു തആല പുറത്തു തരുന്നു. ജനങ്ങളുമായുള്ള ഇടപാടുകൾ വ്യത്യാസമുണ്ട് കേട്ടോ, നമ്മൾ മനസ്സിലാക്കണം. അയൽവാസിക്ക് 100 രൂപ കൊടുക്കാണ്ട് റബ്ബെ രക്ഷപ്പെട്ട് റമദാനാണ് വരുന്നത്, നീ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അങ്ങനെയല്ല, ഹക്കടപാടുകൾ കൊടുക്കണം. അല്ലാത്ത വിഷയങ്ങളൊക്കെ യുകഫിറുഹ സുയാമു, നോമ്പ് അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സലാത്തു സ്വദഖ, നോമ്പുകാരനായ മനുഷ്യൻ ചെയ്യുന്ന നിസ്കാരവും അല്ലാത്ത സുന്നത്തായ നിസ്കാരങ്ങളുമൊക്കെ ദാനധർമ്മങ്ങളുടെ സ്ഥാനത്താണ്.
അത് സ്വതക്കയുടെ പുണ്യം ചെയ്യുമെന്നാണ്. വൽ അംറും ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ, നന്മ പറഞ്ഞു കൊടുക്കുകയും തിന്മ ചെയ്യരുത് എന്ന് പറയുകയും നമ്മൾ ഓരോരുത്തരും പരസ്പരം കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ദാനധർമ്മമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ദാനധർമ്മമാണ്. നമുക്കിപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അവിടെ സഹായിക്കേണ്ട കേസ് നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് വിഷയങ്ങളും മൊയ്തു ഹാജി ഇവിടെ പറഞ്ഞു. സെൻറ്ററിൻ്റെ തന്നെ റിലീഫുണ്ട്. മൊയ്തു ഹാജി പറഞ്ഞൊക്കെ ശരിയാ, ഞാൻ കുറച്ച് സുന്നത്ത് നിസ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, എൻ്റെ സ്വതക്ക അതായിക്കോട്ടെ എന്ന് പറയരുത്. ആ കൊടുക്കേണ്ട പൈസയായിട്ട് കൊടുക്കേണ്ട സ്വതക്ക പൈസേനായിട്ട് കൊടുക്കണം. പക്ഷേ അഡീഷണൽ സ്വതക്കകൾ, ചാരിറ്റികൾ നമുക്ക് നിസ്കാരത്തിലൂടെ കിട്ടുമെന്നാണ്. നമ്മുടെ വീടിലോ നമ്മുടെ അയൽപക്കത്തോടോ നമ്മുടെ വീട്ടുകാരോടോ സമ്പത്തിലോ സ്വന്തം നഫ്സിനോടോ മക്കളിലോ നമ്മൾ വരുത്തിവെച്ച വീഴ്ചകൾ നമ്മുടെ നോമ്പ് കൊണ്ട് പൊറുപ്പിക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസിൻ്റെ ഗ്രന്ഥമുണ്ട്. അവരുടെ സ്വഹീഹുണ്ട്. അതിൽ അവരുദ്ധരിക്കുന്നൊരു ഹദീസ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. അത് ഗൾഫുകാർക്ക് നഷ്ടപ്പെടുന്ന ഒരു പുണ്യമാണിത്. അല്ലാഹും അവൻ്റെ മലക്കുകളും അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്താഴം കഴിക്കലാരാണ്? നോമ്പ് വിൽക്കുന്ന ആളുകൾ. അവർക്കാണ് മുതസഹ്ഹിരീൻ എന്ന് പറയാം. ചില നൈറ്റ് കഫേകൾ കാണും, നേരം വെളുക്കോളം കോഫി കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ടർക്കിഷ് കോഫിയോ കഫേ ലച്ചയോ അമേരിക്കൻ കോഫിയോ കപ്പീഷനോ എന്തോ ആകട്ടെ, ഇങ്ങനെ നേരം വെളുപ്പിക്കുന്ന ആളുകൾ സിസറും വലിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നില്ല. ചില കഫേകൾ നേരം വെളുക്കോളം നൈറ്റ് കഫേകളുണ്ടാവും. അവരെ പറ്റിയല്ല ഈ പറയുന്നത്. അത്താഴ നേരത്ത് തിന്നും കുടിക്കുക ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി അത്താഴത്തിന് എഴുന്നേൽക്കുന്നവർ. സാധാരണ നമ്മൾ ഗൾഫിലൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിലൊക്കെ നേരം വൈകി ഇനിയിപ്പോൾ എന്തായാലും കഴിച്ചിട്ടാണ് കിടക്കുക, ഇനിയിപ്പോൾ സുബൈക്ക് എണീക്കാം എന്ന് പറഞ്ഞാൽ കിടക്കുക. നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളും ജൂതന്മാരും തമ്മിലുള്ള നോമ്പിൻ്റെ വ്യത്യാസം, ജൂതന്മാർ അത്താഴം കഴിക്കൂല, നമ്മൾ അത്താഴം കഴിക്കണം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒന്ന് എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക, അല്ലെങ്കിൽ ഒരു 2 കാരക്കെങ്കിലും 3 കാരക്കെങ്കിലും കഴിക്കുക. അങ്ങനെയാണ്. അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആ ഉണ്ടാവും. മലക്കുകൾ തെറ്റ് ചെയ്യാത്തവരാണ്. അവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അള്ളാഹു ദുആ സ്വീകരിക്കുന്ന വിഭാഗത്തിൽ നമ്മൾ പെടുത്തി തരട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇച്ചിരി ഉറക്കച്ചടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ തന്നെയും എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടിയെങ്കിലും അത്താഴം കഴിക്കണം എന്നാണ്. സുബഹിൻ്റെ മുമ്പ് എഴുന്നേൽക്കുക. വളരെ നേരത്തെ എഴുന്നേൽക്കുന്നവരുണ്ടാകും. എന്തായിരുന്നാലും അത്താഴം തഖീർ ചെയ്യണമെന്നും ലാ തസാലു ഉമ്മത്തി അലാ ഖൈരിൻ മാ അജ്ജലുൽ ഫുതൂറ വഅഖറ മാ അജ്ജൽ ഫുതൂറ വഅഖറു സുഹൂർ. പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ഉമ്മത്തിന് ഖൈറേ ഉണ്ടാകൂ. നമ്മൾ എന്ത് ചെയ്യുക? നോമ്പ് തുറ നേരത്തെയും അതുപോലെ തന്നെ അത്താഴം കഴിക്കൽ വൈകിപ്പിക്കുകയും ചെയ്താൽ, നേരത്തെ അത്താഴം കഴിച്ചു 2 മണി 1 മണിക്ക് തന്നെ കഴിച്ചു, 12 മണിക്ക് കഴിച്ചു, 11 മണിക്ക് കഴിച്ചു, അങ്ങനെയല്ല. സുബഹിയോടടുത്ത സമയം ഒരു 10-15 മിനിറ്റ് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അത്താഴം കഴിച്ച് തീരണം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത്. അപ്പോഴായിരിക്കും ചില ആളുകൾ പല മസലയും പറയാം, പിന്നെ ഞാനൊരു മൗലവിയോ അല്ലെങ്കിൽ ഉസ്താദോ പറഞ്ഞ് കേട്ടല്ലോ, ബാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ വായിലുണ്ടെങ്കിൽ അതൊക്കെ ഇറക്കി വിടാൻ ഒരു കുഴപ്പമൊന്നുമില്ല. പൊന്നു മുഅ്മിനീങ്ങൾ, നോമ്പങ്ങ് ബാത്തിലായി പോകും. എന്ത് ചെയ്യാൻ പാടില്ല? അത് ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. ബാങ്ക് കൊടുക്കുന്നവരെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ചിലർ എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടായ വിഷയം, ചില പള്ളികൾ അങ്ങനെ തന്നെ. എനിക്കറിയില്ല എന്താ അവരുടെ ഉദ്ദേശം എന്നറിയില്ല. മഗ്രിബ് അവ്വല് വക്തിൽ കൊടുക്കും. നാട്ടിൽ എത്രയോ പള്ളികളുണ്ടാവും. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളി തന്നെ അങ്ങനെ. മഗ്രിബ് 6:10 6:08 കൊടുത്തിട്ടുണ്ടാവും. ബാക്കിയുള്ള പള്ളികളൊക്കെ 2 മിനിറ്റ് കഴിയും. അത്താഴം എല്ലാ പള്ളികളും ഇപ്പോൾ 4:10 കൊടുത്താൽ ഇവർ 4:15 കൊടുക്കും, 5 മിനിറ്റ്. അപ്പോൾ ചിലർ പറഞ്ഞാൽ ആ പള്ളിൻ്റെ ഒപ്പമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മനുഷ്യന്മാർ ജീവിതത്തിൽ സൂക്ഷ്മത വേണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വക്കത്ത് പോയി നിൽക്കുക, വക്കിൽ പോയി നിൽക്കണ്ട, ചിലപ്പോൾ വീണ് പോയി പോകും. നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെമ്മാട് ദാറുലുദ്ദീൻ്റെ അടുത്തൊരു ഒരു പുഴയുണ്ട്, നമ്മുടെ കടലുണ്ടി പുഴ എന്നാണ് പറയുക. ചെമ്മാട്ടൊരു കരയിൽ അവിടെ പാലമുണ്ട്. ഈ പാലത്തിന് കൈവരി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു തമിഴൻ ചെക്കനുണ്ട്, ആ പാലത്തിന്മേൽ ഇങ്ങനെ നടന്നു പോകണം കൂളായിട്ട്. ഈ കൈവരിൻ്റെ മീതിലൂടെ ഇപ്പുറത്ത് പുഴ, ഇവിടെ റോഡ്. റഹ്മാനായ റബ്ബെ, ഞങ്ങൾ അവിടെ പുഴയിലേക്ക് കുളിക്കാനോ അലക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയ സമയത്ത് റഹ്മാനായ റബ്ബെ, എന്ത് അത്ഭുതമായി നടക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു മനുഷ്യന് തോന്നുകയാണ്, ഒരാളിപ്പോൾ ഭൂമിയിലൂടെ നടന്ന് ഒരു വര വരച്ച വരമ്പ് കൂടെ നടന്നുകൂടെ? ഈ വരയിലൂടെ നമുക്ക് നടന്നുകൂടെ ഭൂമിയിൽ? അപ്പോൾ അവൻ ചിന്തിക്കണ്ട, ഇത് ഭൂമി പോലെ സങ്കല്പിച്ചിട്ട് നടക്കുകയാണ്. പടച്ചോനെ ഇവിടെ കുഴിയാണല്ലോ എന്ന് ആലോചിച്ചാൽ വീണ് പോകില്ലേ? അത് ആലോചിക്കാതെ ഞാൻ ഇപ്പോൾ ഭൂമിയിലൂടെ നടക്കുകയാണ്. അപ്പോൾ 2 കാലുമൊക്കെ ഒരു കാലുമൊക്കെ ഉള്ള സ്ഥലം മതിയല്ലോ. വക്കത്തിലൂടെ നടക്കുകയാണ്. വീണ് പോയാൽ പോയ തന്നെ. അതുകൊണ്ട് ഈ വക നോമ്പും
നമ്മുടെ അത്താഴം ഫസാദായി പോണ ബാങ്കിനൊന്നും നിൽക്കണ്ട. ഇച്ചിരി സൂക്ഷ്മത പാലിക്കുന്ന ആളുടെ കൂടെ നിന്നേക്ക്. അല്ലാത്തതൊക്കെ വക്കത്തിലൂടെ പോവാണ്. ഒരു പക്ഷെ അങ്ങ് വീണ് പോയാൽ കഴിയും. അപ്പോൾ വൈകിപ്പിക്കുന്നതും അത്താഴം വൈകിപ്പിക്കുകയും നോമ്പ് തുറ നേരത്തെ ആക്കണം. ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ പെണ്ണുങ്ങൾക്കൊക്കെ അതിഥികളുണ്ടായിരിക്കും, കുറേ സൽക്കാര വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. എന്നാൽ പിന്നെ ഒരു 5 മിനിറ്റ് കഴിയട്ടെ, ഈ ഒരു ചായ ഒന്ന് ഗസ്റ്റിന് കൊടുക്കട്ടെ, എന്നിട്ട് നോമ്പ്. അങ്ങനെയൊന്നുമല്ല. ബാങ്ക് കൊടുത്തോ, നിങ്ങൾ ഉടനെ ഒരു കാരക്ക ഉണ്ടെങ്കിൽ നോമ്പ് മുറിക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. നോമ്പ് മുറിക്കൽ വൈകിപ്പിക്കരുത്, അത്താഴം നേരത്തെയാക്കരുത്. അത്താഴം സുബഹിയോടടുത്ത് കൊണ്ടുവരിക. ബാങ്ക് കൊടുക്കണ നേരത്തല്ല, ബാങ്കിൻ്റെ ഒരു 10, 15, 20 മിനിറ്റ് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? അത്താഴം കഴിച്ചിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആ നമുക്കുണ്ടായിരിക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു മിൻഹു ജഹന്നമ മസീറത 100 ആം. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ വഴിയിൽ ഒരു ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, സുന്നത്തായ നോമ്പ് ഒരു ദിവസം, ബഅദല്ലാഹു മിൻഹു ജഹന്നമ മസീറത 100 ആം, 100 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അയാളുടെ മുഖത്തെ അള്ളാഹു അകറ്റി നിർത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമിദി തങ്ങൾ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദഖൻ കമാ ബൈനസ് സമാഇ വൽ അർള്. ആകാശഭൂമികൾക്കിടയിൽ ഒരു കിടങ്ങ് കുഴിച്ചാൽ എങ്ങനെയാണോ, അതുപോലെ ഒരു ദിവസത്തെ സുന്നത്ത് നോമ്പ് കൊണ്ട് തന്നെ അള്ളാഹു അയാൾക്കും നരകത്തിനുമിടയിൽ ഒരു വലിയ കിടങ്ങ് കുഴിക്കും എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടുന്ന ഒരു നോമ്പ് നമുക്ക് നോക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ റമളാനിലെ 30 നോമ്പ്, അത് കഴിഞ്ഞ ശേഷമുള്ള ശവ്വാലിൻ്റെ സുന്നത്തായ 6 നോമ്പുകൾ, അതിന് ശേഷം പിന്നെ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ എടുക്കുന്ന നോമ്പുകൾ, മാസത്തെ 3 ദിവസം അയ്യാമുൽ ബീദ്, അറബി മാസത്തെ 13, 14, 15 നോമ്പുകൾ, അതൊക്കെ എടുക്കുകയാണെങ്കിൽ മാഷാ അല്ലാഹ് വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു നരകത്തിൽ അകറ്റി നിർത്തും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ, സജ്ജനങ്ങളായ ആളുകൾ അത്രയും ഗൗരവത്തിലാണ് നോമ്പിനെ കണ്ടത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണുന്നത് ഒരു ഭാരമായിട്ടൊരിക്കലും തോന്നരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഹഫ്സ റളിയല്ലാഹു അൻഹ സ്വവാമത്തുൻ ഖവ്വാമ, ഒരുപാട് നിന്ന് നിസ്കരിക്കുകയും സുന്നത്ത് നോമ്പെടുക്കുകയും ചെയ്തിരുന്ന മഹദിയായിരുന്നു ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹ. ഹഫ്സ ബീവി ആരുടെ മോളാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോളാണ്. ഉമർ തങ്ങളുടെ മോളാണ്. നബി തങ്ങളുടെ 4 കൂട്ടുകാർ നമ്മൾ മനസ്സിലാക്കണം. 2 കൂട്ടുകാർക്ക് നബി തങ്ങൾ മക്കൾ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുത്തു, 2 കൂട്ടുകാരുടെ തങ്ങൾ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു എന്നാണ്. സിദ്ദീഖ് തങ്ങളുടെ മോളെ തങ്ങൾ കഴിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹ. ഉമർ തങ്ങളുടെ മോളെ കഴിച്ചു, ഹഫ്സ റളിയല്ലാഹു അൻഹ. ഉസ്മാൻ തങ്ങൾക്ക് നബി തങ്ങൾ 2 പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷേ 2 പേരും മരണപ്പെടുകയാണ് ഉണ്ടായത്. അലി തങ്ങൾക്ക് ആരെ കഴിച്ചു കൊടുത്തു? ഫാത്തിമ റളിയല്ലാഹു അൻഹ. അങ്ങനെ ആ ഒരു വിവാഹ ബന്ധത്തിലൂടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഊട്ടി ഉറപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹഫ്സ ബീവി നബി തങ്ങളോടുള്ള ജീവിതത്തിൽ എന്തോ ഒരു ചെറിയ അസ്വാരസ്യ പ്രശ്നമുണ്ടായപ്പോൾ സ്വാഭാവികമായും കുടുംബജീവിതത്തിൽ വരുന്ന ചില വിഷയങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ വളരെ കൂടുതൽ പേടിച്ചിരുന്നു. അങ്ങനെ ഹഫ്സ ബീവിയോടൊക്കെ പറയും, ഹഫ്സ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലെ ആയിഷ ബീവി നബി തങ്ങളുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ മോളാണ്. ആയിഷ ബീവി എന്ന് പറയുന്നത് നബി തങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള നബി തങ്ങളുടെ കൂട്ടുകാരൻ്റെ മോളാ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാര്യയാണ്. ആയിഷ ബീവി നബിയോട് മറുത്ത് പറയുന്ന പോലെ നീ പറയരുത് കേട്ടോ ഹഫ്സ എന്ന് എപ്പോഴും ഉമർ തങ്ങൾ പറഞ്ഞിരുന്നു. നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ മദീനക്കാരായ ആളുകളൊക്കെ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, നമ്മുടെ ഭാര്യമാരൊക്കെ കേടന്നു നബിയെ. ഉണ്ട് അച്ഛൻ്റെ തത്തമ്മൻ്റെ അടുത്ത് പോയിട്ട് നല്ലൊരു തത്തമ്മ കേടന്നു എന്ന് പറഞ്ഞില്ലേ, ഒരു ഫാദറിൻ്റെ. അപ്പോൾ ആ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ട് മറന്നായിരിക്കും. ഈ തത്തമ്മകൾ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയില്ലേ. അപ്പോൾ ഒരാളുടെ തത്തമ്മ എന്തോ പറയാൻ പാടില്ലാത്ത മോശമായ വാക്കൊക്കെ പറയാൻ തുടങ്ങി. ആരോ ഒരു വളവം വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ഇയാൾ കുടുങ്ങിപ്പോയി. റബ്ബിന് അപ്പം അച്ഛൻ്റെ ഫാദറിൻ്റെ അടുത്ത് എന്തുണ്ട്? പള്ളിയിൽ അച്ഛൻ്റെ അടുത്തൊരു തത്ത ഉണ്ട്. എന്നാൽ പിന്നെ അച്ഛൻ്റെ തത്ത നല്ല തത്തയായിരിക്കുമല്ലോ. അച്ഛൻ്റെ തത്തൻ്റെ കൂടെ ഒരു 2 ആഴ്ച പാർപ്പിച്ചിട്ട് നല്ല വർത്താനൊക്കെ പഠിച്ച് വന്നോട്ടെ എന്ന് വിചാരിച്ച് തത്തനെ കൊണ്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടാക്കിയെന്നാ. തിരിച്ചു വന്ന് നോക്കുമ്പോൾ അതിലെ കഷ്ടം. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉമർ തങ്ങൾ പറഞ്ഞു, പൊന്നാരെ നബിയെ, നമ്മുടെ ഭാര്യമാരൊക്കെ മക്കയിലാകുമ്പോൾ എന്തോ ഒരു നല്ല പെണ്ണുങ്ങളായിരുന്നു. പറഞ്ഞാൽ അപ്പടി അവർ കേൾക്കും. എന്തോ ഒരു അനുസരണം, എന്തൊരു ബഹുമാനം.
മദീനയിൽ വന്നപ്പോഴേ മദീനക്കാരി പെണ്ണുങ്ങളൊക്കെ ഭർത്താക്കന്മാരോട് തിരിച്ചു വർത്താനം പറയും. അത് കേട്ടിട്ട് നമ്മുടെ ഭാര്യമാരൊക്കെ കേടായി നബിയെ. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സങ്കടത്തിൽ വന്ന് പറഞ്ഞു, നബിയെ മക്കയിലാകുമ്പോൾ നബി തങ്ങൾ ചിരിച്ചു പോയിട്ടുണ്ട് ഒരിക്കൽ. മക്കയിലാകുമ്പോൾ നബിയെ എന്തെങ്കിലും അവർ മറത്ത് പറഞ്ഞാൽ ഞാനൊരു കൈ കൊണ്ടൊരൊറ്റ അടി വെച്ചു കൊടുത്താൽ അവർ മിണ്ടാതെ നിൽക്കും നബിയെ. ഇപ്പോൾ മദീനയിൽ വന്നപ്പോൾ എൻ്റെ സ്വന്തം ഭാര്യ തുറാജിഉനി, ഞാൻ പറഞ്ഞതിന് മറുപടി പറയാൻ. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ നബിയോട് അങ്ങനെ പറയുന്നുണ്ടല്ലോ, പിന്നെ എന്താ നിങ്ങൾ നബിയെക്കാളും വലിയ ആളാണോ എന്ന് എന്നോട് ചോദിക്കുന്നു നബിയെ. ഞാൻ അവിടെ അടി കൊടുക്കുമായിരുന്നു മക്കയിൽ, ഇപ്പം എനിക്ക് ഇങ്ങോട്ട് കിട്ടുമെന്നാ പേടി നബിയെ എന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഫ്സ ബീവിയോട് പറഞ്ഞു, ഹഫ്സ റസൂലുള്ളാഹിനോടൊന്നും അങ്ങനെ മോള് പറയരുത് കേട്ടോ. ഈ അമ്മോശന്മാർ മക്കളെ കെട്ടിച്ചയച്ച് 100 പവനും കൊടുത്ത് പറഞ്ഞയച്ചാൽ പോരാ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയാണ് നന്മ എന്തൊക്കെയാണ് തിന്മ. മോളെ അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്, ഇങ്ങനെ ചിന്തിക്കരുത്. ഇതൊക്കെ വാപ്പന്മാരെന്ത് ചെയ്യണം? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞ് ഇനി എന്നോടൊന്നും പറയേണ്ട, നിങ്ങളായി നിങ്ങളുടെ പാടായി, അത് പറയരുത്. പാപ്പാക്ക് എന്നാലും ഉത്തരവാദിത്വം ഉണ്ടെന്നാണ്. അങ്ങനെ നബി തങ്ങളുടെ ഭാര്യയായ ഉമർ തങ്ങളുടെ മോളായ ഹഫ്സ ബീവിയോട് ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ എന്തോ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വല്ലഖഹാ തത്ലീഖതൻ വാഹിദ, നബി തങ്ങൾ ഒരു ത്വലാഖ് ചൊല്ലേണ്ട ഒരു അവസ്ഥയുണ്ടായി ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ. ഉമർ തങ്ങൾ വളരെ പേടിച്ച് വളരെ വിഷമിച്ചുകൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. മദീനയുടെ പള്ളിയിൽ വന്ന് നബി തങ്ങൾ എങ്ങനെയാണ് ഞാൻ ഫേസ് ചെയ്യുക, എൻ്റെ മോള് നബി തങ്ങളോട് അനാദരവ് കാണിച്ചോ എന്ന വിഷമത്തിൽ ഹഫ്സ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ കരഞ്ഞിട്ടുണ്ട് ഫാറൂഖ് റളിയല്ലാഹു. പക്ഷെ ഒരു തലാഖാണ്. ഉടനെ തന്നെ വഹി വരുന്നു നബി തങ്ങൾക്ക്. അതാഹു ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം മുത്ത് നബിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക അൻ തുറാജിഅ ഹഫ്സ, ഹഫ്സ ബീവിയെ നബിയെ നിങ്ങൾ തിരിച്ചെടുക്കണം എന്ന് അള്ളാഹു നിങ്ങളോട് പറയുന്നു. നബിയെ ഹഫ്സ ബീവിയെ തിരിച്ചെടുക്കണം. എന്തേ കാരണം എന്നറിയോ? فإنها صوامة قوامة هي زوجتك في الجنة. ഹഫ്സ ബീവി ഒരുപാട് നോമ്പെടുക്കുന്ന സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ് നബിയെ. അത് പരിഗണിച്ചുകൊണ്ട് ഹഫ്സ ബീവിയെ നിങ്ങൾ തിരിച്ചെടുക്കണം. ഖവ്വാമത്തുൻ, രാത്രി ഒരുപാട് നിസ്കരിക്കുന്ന മഹദിയാണ് അവര്. ഹിയ സൗജതുക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അങ്ങയുടെ ഭാര്യയാണ് ഹഫ്സ ബീവി. അതുകൊണ്ട് ബീവിയെ തിരിച്ചെടുക്കണം. കാരണം പറഞ്ഞെന്താ? അവരിൽ 2 നന്മയാണ്. ഒന്ന്, ഒരുപാട് നോമ്പെടുത്തിരുന്ന മഹദിയാൻ, ഒരുപാട് നിന്ന് നിസ്കരിച്ചിരുന്ന മഹദിയാൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇരിക്കും. നമ്മുടെ പായസം നമ്മുടെ സൗദിയിലൊരു സുഹൃത്തും നമ്മുടെ അഷ്റഫിൻ്റെ ഉപ്പ മരിച്ചാണ്ടായിരുന്നു. അവരുടെ പേര് ദ്വാരക്കാനും അഷ്റഫും കൂടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല അത് സ്വീകരിക്കട്ടെ. എല്ലാവർക്കും കിട്ടി? പായസം കിട്ടിയില്ലേ? കുടിച്ചോ? ബിസ്മില്ലി കുടിച്ചില്ല എല്ലാവരും? കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ? ഓരോരോ ഇറക്കായിട്ടല്ലേ കുടിച്ചത്? ഇരുന്നിട്ടല്ലേ കുടിച്ചത്? വലത്തെ കൈ കൊണ്ടല്ലേ? 5 സുന്നത്തും കിട്ടി, പായസവും കിട്ടി. എന്താ ഇനി വേണ്ടത്? കോളടിച്ചില്ലേ? അൽഹംദുലില്ലാ. അൻ അബി ഉമാമത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിൽ നിന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദിൽ ഹദീസുണ്ട്. നബി തങ്ങൾ ഒരു യുദ്ധത്തിന് പോകുന്നു. അൻശഅ ഗസ്വ, ഒരു യുദ്ധം നടക്കാൻ പോവാണ്. യുദ്ധം നടക്കാൻ പോകുമ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നബിയോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലീ ബിശ്ശഹാദ, അല്ലാഹു എനിക്ക് ഷഹാദത്ത് തരാൻ അങ്ങൊന്ന് ദുആ ഇറക്കണേ നബിയേ. യാ അല്ലാഹ്, എന്താണ് ആ ദുആ? നമ്മൾ കടം വിടാൻ വേണ്ടി ഒരു ദുആ പഠിച്ചിട്ടില്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അത് പഠിപ്പിച്ചു തന്ന സ്വഹാബിയാണ്. ഇത് ഈ സ്വഹാബിയോടാണ് നബി നിങ്ങൾ പറഞ്ഞു കൊടുത്തത്. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുമ്പോൾ തങ്ങളോട് പറയാം, നബിയേ ഈ യുദ്ധത്തിൽ എനിക്ക് ഷഹീദാവണം, ഒന്ന് ദ്വാരക്ക് നബിയെ, ഈ യുദ്ധത്തിൽ നിന്ന് തിരിച്ചെനിക്ക് വീട്ടിലേക്ക് വരണ്ട. സുബ്ഹാനല്ലാഹ്. ഞാൻ എൻ്റെ ഒരു കൊളീഗും തമ്മിൽ ഇങ്ങനെ വർത്താനം സ്കൂളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അദ്ദേഹം മുസ്ലിം, ഒരു അറബി ടീച്ചറാണ്. അദ്ദേഹം ഇങ്ങനെ പറയാം, അപ്പോൾ ഭാര്യമാർ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്തോ ഒരു വിഷയം പറയാണ്, നിങ്ങളൊന്നും ഞങ്ങളുടെ കൂടെ ഇരിക്കണില്ലല്ലോ, നബി തങ്ങളുടെ കാലത്തൊക്കെ ഉള്ള സ്വഹാബികളും ചെയ്ത പോലെ നിങ്ങളെന്താ ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞ് എന്തോ ഭർത്താവിനോട് 2 മണിക്കൂർ ഞങ്ങളുടെ കൂടെ ഇരുന്നൂടെ, ഈ ജോലി കഴിഞ്ഞ് ടെൻഷനായിട്ട് വരുന്നു, പിന്നെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നബി തങ്ങളുടെ കാലവുമായി കമ്പയർ ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നബി തങ്ങളുടെ കാലവും നമ്മുടെ കാലവും അങ്ങനെയാണോ? നമ്മളിപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോവാണ്, ജോലിക്ക് പോവാണ്, ശരി, എന്തായാലും അള്ളാൻ്റെ ഖളാ എന്താ നമുക്കറിയില്ല, എന്നാലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ യാത്ര അയക്കുന്നത്. വീട്ടിൽ നിന്ന് പോകുന്നു, തിരിച്ചു വരും, വൈകുന്നേരം 5 മണിക്ക് ആളെത്തും, 8 മണിക്കെത്തും, 9 മണിക്കെത്തും, ഒരു പ്രതീക്ഷയിൽ നമ്മൾ യാത്ര അയക്കല്ലേ.
അന്ന് പോകുന്ന പോക്കെന്താണ്? പോയാൽ പോയി. വല്ല കോണ്ടാക്ട്സ് ഉണ്ടോ, വല്ല വാട്സപ്പ് ഉണ്ടോ, വല്ല മൊബൈലുണ്ടോ? ഒന്നുമില്ലല്ലോ. യുദ്ധങ്ങൾക്കാണ് പോവുക. തിരിച്ചു വരുമോ? വഴിയിൽ ദാഹിച്ച് അവശരായി മരിച്ചു പോകുമോ? ഒന്നും അറിയില്ലല്ലോ. അങ്ങനത്തെ പോക്കാണ് അവർ പോയത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളാരും പെണ്ണുങ്ങൾ അങ്ങനെ കംപ്ലൈൻറ്റ് പറയരുത്. കാരണം നമുക്ക് അമ്നും അമാനും അള്ളാഹു ഒരു സംരക്ഷണം എന്ന് പറഞ്ഞ സംഗതി തന്നില്ല. മനസ്സമാധാനം. പടച്ചോനെ പോയി തിരിച്ചു വരും, അത്രയല്ലേ ഉള്ളൂ. അങ്ങേര് ഇവിടെ ഇല്ല, ശരിയാണ്. പക്ഷെ പോയാൽ തിരിച്ചു വരും. ഒരു യാത്ര പോകുന്നു, തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. പുറത്തെങ്ങും. എന്നാലും പണ്ടത്തെ പെണ്ണ് സ്വഹാബിയാത്തുകൾ ഭർത്താക്കന്മാരെ യാത്ര അയച്ച പോലെ ഒന്നും അല്ലല്ലോ. അത് എന്ത് പോക്കാണ്? പോയാൽ വരൂല്ലേ? സ്വഹാബി യുദ്ധത്തിന് പോയിട്ട് ചോദിക്കുക നബി തങ്ങളോട്, നബിയെ ഈ യുദ്ധത്തിൽ എനിക്ക് മരിക്കണമാ, ഒന്ന് ദ്വാരക്ക് നബിയെ, ഒന്ന് ദ്വാരക്ക് നബിയെ. അങ്ങനെയാണ് ചോദിച്ചത്. നമ്മളൊക്കെയാണെങ്കിൽ നബിയെ ഒരു കുഴപ്പമില്ലാതെ കഴിച്ചിലായി എത്താൻ വേണ്ടി ദ്വാരക്കണം. നമ്മളങ്ങനെയല്ലേ ചിന്തിക്കുക. ഉംറക്ക് പോകുമ്പോൾ നമ്മളൊക്കെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നു. അങ്ങനെ റബ്ബേ നാട്ടിലേക്ക് സുരക്ഷിതമായിട്ട് തിരിച്ചെത്തണം നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെയാണ് മനസ്സിൻ്റെ ഉള്ളിലൊക്കെ ഒരു കൊതി. എങ്ങനെയാണ് വേണ്ടത്? എന്നാലും ഹറമിലേക്കല്ലേ പോണത്. അവിടെ കിടന്നാൽ, അവിടുത്തെ ഖബറടക്കപ്പെട്ടാൽ ഹിസാബില്ലല്ലോ. റഹ്മാനായ റബ്ബേ, ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്ന് അല്ല എയർ ഇന്ത്യ എക്സ്പ്രസ്സിലോ ഇനി ഏത് ഫ്ലൈറ്റിലോ സൗദി എയർലൈൻസിലോ ഇത്തിഹാദിലാണെങ്കിൽ എമിറേറ്റ്സിലാണെങ്കിൽ മയ്യത്തവിടെ കൊണ്ടുപോയിട്ട് എന്തിനാണിപ്പോൾ ഹറമിൽ കടക്കാനൊരു ഭാഗ്യം കിട്ടുമെങ്കിൽ എന്തിനാ പിന്നെ അങ്ങോട്ട് പോകേണ്ടത്? നമ്മൾ അങ്ങനെ ഉള്ളിലൂടെ ചിന്തിക്കണം എന്നാണ്. പക്ഷെ നമ്മൾക്ക് ആൾക്കാർക്ക് ദ്വാരം നടക്കുമ്പോൾ പറയാൻ പറ്റൂല. പിന്നെ മൂല്യരെ ദ്വാരക്കാൻ വിളിച്ചില്ല, പോണോലൊക്കെ അവിടെ പോയി മരിച്ചോട്ടെ എന്ന് പറയാൻ പറ്റൂലല്ലോ. പോകുന്നവരെന്ത് ചെയ്യുക? മനസ്സിലെങ്കിലും പടച്ചവനെ നിൻ്റെ ഹറമിൽ കടക്കാൻ ഭാഗ്യം തരണേ എന്ന് നമ്മൾ ആഗ്രഹിക്കണം എന്നാണ്. ഈ പോക്കിൽ തന്നെ ആവണമെന്നില്ല, എപ്പോഴെങ്കിലും ഹറമിൽ. കുറച്ച് ആൾക്കാരൊക്കെ ഉംറക്ക് പോകേണ്ടി വിടുന്നേ. എന്നാലും മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വേണമെന്നാണ്. പടച്ചവനോട് അങ്ങനെ ചോദിക്കണമെന്നാണ്. സ്വഹാബി നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, ഉദ്ഉല്ലാഹ ലി ബിശ്ശഹാദ, എനിക്ക് മരിക്കണം നബി. ഈ യുദ്ധത്തിൽ, അങ്ങ് സംബന്ധിക്കുന്ന ഈ യുദ്ധത്തിൽ എനിക്ക് ഷഹീദാവണം, ഒന്ന് ദുആ ഇറക്കണം. നബി തങ്ങൾ ദുആ ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹുവേ ഈ യുദ്ധത്തിൽ നീ ഇവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തണം, ഇവർക്കൊക്കെ ഒരുപാട് ഗനീമത്തും കൊടുക്കണം പടച്ചവനെ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യുദ്ധത്തിൽ ആരും ഷഹീദായില്ല എന്നാ, എല്ലാവരും ദുനിയാവിലേക്ക് തന്നെ ഒരുപാട് ഗനീമത്തും കിട്ടി. പിന്നെ വേറെ ഒരു യുദ്ധം നടന്നു. മൂന്നാമതൊരു തവണ അന്നും രണ്ടാമതും ചോദിച്ചു നബി തങ്ങളോട് ഇങ്ങനെ ദ്വാരക്ക് നബി. അന്നും നബി തങ്ങൾ ദുആയിരുന്നു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, എല്ലാവരും ഇന്ന് രക്ഷപ്പെടുത്തി അല്ലാഹ്, ഇന്ന് എല്ലാവർക്കും ഗനീമത്തും കൊടുക്കണമെന്ന്. ആ രണ്ടാമത്തെ യുദ്ധത്തിലും നടന്നില്ല. മൂന്നാമത്തെ യുദ്ധത്തിലും ചോദിച്ചു. അന്നേരം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയേ, ഇന്നി അചൈതുക മർറതൈനി ഖബ്ല മർറതി ഹാദി, ഈ സമയം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് 2 തവണ ഞാൻ അങ്ങയോട് വന്ന് ചോദിച്ചിരുന്നു നബിയെ, അള്ളാഹുവിനോട് എനിക്ക് ഷഹീദാവാൻ ഭാഗ്യം തരാൻ ചോദിച്ചിരുന്നു നബിയെ. അന്നൊക്കെ അങ്ങ് ദുആ ചെയ്തത് അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും എന്നാണ്. ഞങ്ങൾ രക്ഷപ്പെടുകയും ഗനീമത്ത് കിട്ടുകയും ചെയ്തു. നബിയേ, യാ റസൂലല്ലാഹ് മുർനി ബിഅമലിൻ, എന്നാൽ എനിക്കൊരു നല്ല കാര്യം ചെയ്യണം നബിയെ. ഷഹാദത്ത് എനിക്ക് സാധ്യമാകില്ലെങ്കിൽ ഒരു നല്ല കാര്യം പറഞ്ഞു തരൂ നബിയെ. അന്നേരം അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു കൊടുക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ മിസ്ല ലഹ്. അബൂ ഉമാമ, നിങ്ങൾ ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തേക്കണം, അതിന് തുല്യമായൊരു അമലില്ല കേട്ടോ. ലാ മിസ്ല ലഹ്, അതുപോലത്തെ ഒരു സംഗതി ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നോമ്പുകാരനായി ജീവിക്കണം, നോമ്പെടുത്തോളൂ. നമ്മുടെ നാട്ടിലൊരു കല്ലാച്ചി ഉസ്താദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നിങ്ങൾക്ക് അറിയോ? കല്ലാച്ചിക്കാരുണ്ട് അവിടെ, നാദാപുരം കല്ലാച്ചിക്കാരൻ. കല്ലാച്ചി ഉസ്താദിനെ അറിയോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അറിയും. വലിയ മഹാനാണ്, വലിയ മഹാനാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന, നമുക്ക് അങ്ങനത്തെ കറാമത്തൊന്നും കാണിക്കുന്ന മഹാന്മാരൊന്നും അധികം കാണാൻ കിട്ടൂല. ഒരു പച്ചക്കുപ്പായ ഒരു കള്ളിത്തുണിയൊക്കെ എടുത്തിട്ട് വയനാടൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞങ്ങളൊരിക്കൽ വയലിന് പോയ സമയത്ത് സുബ്ഹാനല്ലാഹ്, മാനന്തവാടിയിലായിരുന്നു വയൽ. അന്ന് നല്ല തണുപ്പാണ്. അന്ന് ഉസ്താദ് വന്നു, അവിടെ കാറിലിരുന്നു. എന്നെന്താ ഹക്ക് ഉസ്താദെന്നോ അങ്ങനെന്താ വിളിക്കൽ. ഏതായിരുന്നാലും അവർ കയറും. അന്നങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വയൽ കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോകാനുള്ള പ്ലാനായിരുന്നു. അതിലെന്ത് പോവേണ്ടതില്ല, പോകാതെ രക്ഷപ്പെടണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്ന് ഒന്നുമില്ല, ചില വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ എല്ലാവരും വിളിച്ചു കൊടുത്ത് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ചില സമയത്ത് നമുക്ക് പോകണ്ടെന്നായിരിക്കും ആഗ്രഹം വരിക. ഉസ്താദ് പറഞ്ഞു, മോനെ പോയിട്ട് വിശ്രമിക്കേ. എവിടെയാണ് താമസം ചോദിച്ചു. ഞങ്ങളൊരു ബത്തേരിയിലാണ് താമസം. അപ്പോൾ അവിടെ നിന്ന് മാനന്തവാടിയിൽ നിന്ന് ഒരുപാട് ഓടണം ബത്തേരിക്ക്. രാത്രി 12 മണിക്കായി പറയണത്, നല്ല തണുപ്പും. ഉസ്താദ് പറഞ്ഞു, ഞാനും വരുന്നുണ്ട്.
നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഉസ്താദിൻ്റെ വണ്ടി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉസ്താദ് വരണ്ട, ഞങ്ങൾ പോയിക്കൊണ്ട് വഴി അറിയാൻ, ഞങ്ങൾ ഇന്ന് രാവിലെ പോയി വന്നതാണ്, ഞാനും വരുന്നുണ്ട്, നിങ്ങളെ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ പോരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കൂടെ വന്നു, അവിടെ കൊണ്ടാക്കിയിട്ടാണ് പോരുക. സുബ്ഹാനല്ലാഹ്. അപ്പോഴേക്കും രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞു. ഇനി അവർക്ക് കല്ലാച്ചിയിലേക്ക് എത്തണം. വലിയ അവരെ നോമ്പെടുക്കുന്ന ഉസ്താദ് എന്നാണ് നാട്ടുകാരൊക്കെ അറിയപ്പെടാന്നാണ് ഞാൻ കേട്ടത്. വലിയ നോമ്പുകാരൻ, ഒരുപാട് എന്നും നോമ്പ, കാലം മുഴുവൻ നോമ്പ. അദ്ദേഹം വലിയ കറാമത്തൊക്കെ ഉള്ള മഹാനാണ്. നമ്മൾ അദ്ദേഹം ആർക്കും പിടുത്തം കൊടുക്കൂല, അങ്ങനെയാണ്, ആർക്കും പിടുത്തം കൊടുക്കൂല. ഇന്നലെ ബഹുമാനപ്പെട്ട സയ്യിദ് നാസർ അൽ ഹൈ തങ്ങൾ, പാണക്കാട് നാസർ അൽ ഹൈ ശിഹാബ് തങ്ങളുണ്ട്, കോഴിക്കോട് ഖാദിയായ തങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ രാത്രി 1:30 മണിക്ക്, അപ്പോൾ തങ്ങളുടെ വീട്ടിൽ ഈ ഉപ്പ വരും, ആര്, നമ്മുടെ കല്ലാച്ചി തങ്ങൾ വരും, കല്ലാച്ചി ഉസ്താദ് വരും. അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തങ്ങൾ പറയാം, അന്നൊരിക്കൽ റമളാനിൽ ഉസ്താദ് വടകരയിലെ ഒരു വീട്ടിൽ വരാറുണ്ട് എന്ന റമളാനിൽ ഉസ്താദിനെ കൊണ്ടാക്കാൻ വേണ്ടി ഒരു ഡ്രൈവർ ജീപ്പ് എടുത്തിട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ വടകര ഭാഗത്തൊക്കെ എപ്പോഴും ജീപ്പുണ്ട്. അപ്പോൾ ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ ഡ്രൈവർ ഇങ്ങനെ വളരെ താഴ്വാനായിട്ടാണ് വാഹനം ഓടിക്കുന്നത്. രാവിലെ 10 മണിക്ക് റമളാനിലാണ്. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, അല്ലടോ 2 നീന്തപ്പഴം 1 പ്ലേറ്റ് കഞ്ഞും കുടിച്ചിട്ട് എനിക്ക് ആരോഗ്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് നോമ്പെടുക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു സാധനം, എന്തോ അസുഖമുള്ള ആളാണ്. അദ്ദേഹം പറയാം, എനിക്ക് നോമ്പെടുക്കാൻ കഴിയില്ല എന്ന് എൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം എന്ന് രാവിലെ 1 പഴവും 1 ഗ്ലാസ് കഞ്ഞും കുടിച്ചിട്ടാണ് ഞാൻ, ഇന്ന് 2 പഴം 1 ഗ്ലാസ് കഞ്ഞി ഞാൻ കുടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാര്യയ്ക്ക് അറിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന് പിന്നെ വലിയ അത്ഭുതമായി, റബ്ബേ ഈ മഹാൻ എങ്ങനെ ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ കാര്യപ്പെട്ട ആളാണ്. സ്വാഇമാൻ, കാലം മുഴുവൻ നോമ്പാണ്, അങ്ങനത്തെ മഹാനാണ്, ജീവിച്ചിരിപ്പുള്ള ആളാണ്. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ, ആമീൻ. കാലം മുഴുവനും നോമ്പാണ്, സ്വാഇം, സവ്വാമാണ്. അപ്പം അങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹു തആല ചില ഉൾക്കാഴ്ചകൾ കൊടുക്കുകയാണ്. അങ്ങനെ ഉള്ളിങ്ങ നോക്കിപ്പോണ്. നാസർ തങ്ങൾ ഒരുപാട് അനുഭവം പറഞ്ഞു, തങ്ങളുടെ ഒരുപാട് അനുഭവങ്ങൾ. അപ്പോൾ അങ്ങനത്തെ വലിയ മഹത്തുക്കളൊക്കെ അള്ളാഹുലേക്ക് അടുക്കുന്നത് നോമ്പിലൂടെയാണ്. നോമ്പെടുക്കുമ്പോൾ അങ്ങനെ വലിയൊരു അവസ്ഥയിലേക്ക് അള്ളാഹു തആല എത്തിച്ചു തരുന്നതാണ്. സുന്നത്തെടുക്കുമ്പോൾ അങ്ങനെയാണ് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റൂ. ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാണാൻ കഴിയും, നോക്കി ഇങ്ങനെ പറയാൻ കഴിയും ചില വിഷയങ്ങൾ. അള്ളാഹു. ഇപ്പോൾ തങ്ങളിപ്പോൾ ഉസ്താദ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് തെറ്റിപ്പോന്നിക്കണമെന്നാണ് ഞാൻ കേട്ടത്. എന്തൊരു തങ്ങളോട് ചോദിച്ചു, എന്ത് തങ്ങളെ കാര്യം എന്നൊക്കെ ചോദിച്ചു. തങ്ങളെ വിഷയം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ പറയുമ്പോൾ ചില ആൾക്കാർക്കത് കൊള്ളുമോ എന്ന് പേടിയുള്ളതുകൊണ്ട് ഞാൻ പറയണില്ല. അത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ റബ്ബേ. വലിയ വലിയ മഹത്തുക്കളാണ്, സവ്വാമാണ്, നോമ്പായിരുന്നു, എപ്പോഴും നോമ്പാ. ഏതായിരുന്നാലും അല്ലാഹു തആല പറയുന്നു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതുഹു അലൈഹി. അള്ളാഹുവിന് ഫറളാക്കപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ഏറ്റവും അടുക്കുകയാണ്. അള്ളാഹുവിനത് ഇഷ്ടവുമാണ്. നമ്മുടെ റമളാൻ ഫറളായ നോമ്പാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. അത് കഴിഞ്ഞ് സുന്നത്ത് എടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മെഹബൂബായി മാറും നമ്മൾ. ഫറളായ റമളാൻ എല്ലാവരും എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 6 ദിവസത്തെ ശവ്വാലിൻ്റെ നോമ്പുണ്ട്. പിന്നെ എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നമുക്ക് നോമ്പെടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ പിന്നെ അല്ലെങ്കിൽ രാവിലെ നാശ്തല്ല, എല്ലാവരും ഇപ്പോൾ ഗൾഫിലൊക്കെ ഇപ്പോൾ അങ്ങനെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തിയാണ് നമുക്കറിയാം, പക്ഷെ ആരും കഴിക്കാറില്ല. ഒരു ഉച്ചയ്ക്ക് ഒരു ഉച്ചനേരം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം നോമ്പ് കിട്ടും. എന്നാൽ പിന്നെ നോമ്പെടുത്താൽ പോരെ. നമുക്കിവിടെ സൗകര്യമാണ്, ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ സൗകര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സുന്നത്തിലൂടെയാണ് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ മിഥല ലഹ്. അബൂ ഉമാമ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അബൂ ഉമാമ നിങ്ങൾ നോമ്പെടുത്തോലൂ, ഫഇന്നഹു ലാ മിഥല ലഹ്, അതിന് തുല്യമായിട്ട് ഒന്നുമേ ഇല്ല എന്ന് പറഞ്ഞു. അതിന് തുല്യമായിട്ട് ഒന്നുമേ ഇല്ല. ഫഇന്നഹു ലാ മിഥല ലഹ്. അപ്പോൾ അബൂ ഉമാമ റളിയല്ലാഹുവിന് ഈ വസിയ്യത്ത് കേട്ടു, മഹാനവറുകൾ ഈ വസിയ്യത്ത് കേട്ടു. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ഭാര്യയും അവരുടെ വീട്ടുകാരും അവരും പകലിൽ ഒരിക്കലും അവരുടെ വീട്ടിൽ പുകയുയരുന്നത് കാണാറില്ല എന്ന് പറഞ്ഞാൽ, പഴയ പുക, ഇന്നിപ്പോൾ ഗ്യാസ് അടുപ്പായതുകൊണ്ട് പുക ഒരു വീട്ടിലുണ്ടാവില്ല, അത് ശരി തന്നെയാണ്. പക്ഷെ അവർ പാകം ചെയ്യാറില്ല, അവർ പകൽ തിന്നാറില്ല. വീട്ടുകാരെ മൊത്തം നോമ്പാണ്. അതിനൊക്കെ വലിയ റാഹത്താണ്. അൽഹംദുലില്ലാ. فكان الناس لا يرون في دارهم دخانا بالنهار أبدا. എന്നെങ്കിലും ആ വീട്ടിലൊരു പുക ഉയരാണെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവും അന്ന് അവിടെ അതിഥി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്ന. അതിഥികൾ വരുമ്പോൾ പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമല്ലോ. ഞങ്ങളൊക്കെ നോമ്പാണ് കേട്ടോ, ഇവിടെ ഒന്നുമില്ല, അതിഥികളോട് പറയാൻ പറ്റില്ല. അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നാണ്. അതിഥികളെ നന്നായിട്ട് സൽക്കരിക്കണം, അത് ഈമാനിൻ്റെ അടയാളവുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഫലബിസ അബൂ ഉമാമത, മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം അങ്ങനെയാണ്, ഒരുപാട് കാലം നോമ്പ് തന്നെയായിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിലേക്ക് ചെന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അമർതന ബിസ്സുയാം, അങ്ങ് എന്നോട് നോമ്പെടുക്കാൻ പറഞ്ഞില്ലേ നബിയെ? അന്ന് 3 തവണ യുദ്ധത്തിന് പോകുമ്പോൾ ഷഹാദത്ത് ചോദിച്ചപ്പോൾ അതിനങ്ങ് ദുആ ചെയ്യാതെ വന്നപ്പോൾ ഞാൻ ചോദിച്ചില്ലേ നബിയെ, ഒരു നല്ല കർമ്മം പറഞ്ഞു തരൂ, എന്നോട് നോമ്പെടുക്കാൻ പറഞ്ഞില്ലേ? ഞങ്ങൾ നോമ്പെടുത്തു നബിയെ. ഫഅർജു അൻ യകൂന ഖദ് ബാറകല്ലാഹു ലനാ ഫീ, അല്ലാഹു ഞങ്ങൾക്കതിൽ ബറക്കത്ത് തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു നബിയെ. ഫമുർനി ബിഅമലിൻ ആഖർ, വേറെന്തെങ്കിലും ഉണ്ടോ നബിയെ, പറഞ്ഞു തരൂ. നോക്കണം സ്വഹാബികൾ, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഒരു നന്മ കഴിഞ്ഞാൽ ഒന്ന്, കൂടുതൽ നന്മ വർദ്ധിപ്പിക്കാൻ ഒന്നുകൂടെ പറഞ്ഞു തരൂ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരമാണ് ഹബീബ് പറഞ്ഞു കൊടുക്കുന്നത്, ഇഅലം, അറിയണം, അന്നക ലൻ തസ്ജുദ ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅല്ലാഹു ബിഹാ ലക ദറജ, നിങ്ങൾ അല്ലാഹുവിന് ഒരു സുജൂദ് ചെയ്താൽ ഒരു സ്ഥാനം അല്ലാഹു ഉയർത്തി തരും. സുജൂദ് താഴേക്കാണ്, നിങ്ങൾ താഴ്ന്നു കൊടുക്കാൻ, അല്ലാഹു നിങ്ങളെ ഉയർത്തി തരും. فإنك لن تسجد لله سجدة إلا رفع الله بها لك درجة وحط عنك خطيئة. അല്ലാഹു തആല നിങ്ങളുടെ പാപം പുറത്തു തരും ചെയ്യും, ഒരു തെറ്റ് പുറത്തു തരും ചെയ്യും, ഒരു സ്ഥാനം ഉയർത്തുകയും ചെയ്യും. സുജൂദ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ സുന്നത്തായ നിസ്കാരങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഫലാസമ അബൂ ഉമാമ ബഅദഹ സ്വലാത്ത വസ്സൗം, അതിൻ്റെ ശേഷം എപ്പോഴും നോമ്പും നിരന്തരം നിസ്കാരവും വർദ്ധിപ്പിച്ചിരുന്നു മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻ. അതുകൊണ്ട് മുൻഗാമികൾ ഈ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ റമദാനൊക്കെ വരുമ്പോൾ എന്തൊരു ആവേശമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഈ റമദാൻ ബറക്കത്തുള്ള റമദാനാക്കി തരട്ടെ. വലിയ കൂലി, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടലാണ് വലിയ ആവശ്യം. തടി കുറയലും കൊളസ്ട്രോൾ കുറയലും നല്ല വിഷയം. എന്താണ്? പാപങ്ങൾ പൊറുക്കപ്പെടലാണ്. കൊളസ്ട്രോളും തടിയും വെയിറ്റൊക്കെ കൂടിയിട്ട് നോമ്പ് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. കൂലിട്ടോന്ന് അല്ലാഹു അലം, കൂലി അല്ലാഹ് തരൂല നമുക്ക് പറയാൻ പറ്റില്ല, നിയ്യത്തിനനുസരിച്ചാണ്. പക്ഷെ കിട്ടേണ്ടത് എന്തല്ല, അതല്ല വിഷയം, പാപങ്ങൾ പൊറുക്കപ്പെടലാണ്. അല്ലാഹുവിനോട് അതിന് ചോദിക്കുക, അല്ലാഹു നമുക്ക് അങ്ങനെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഇമാം അസ്വാലിഹ് ഇബ്രാഹിം ഇബ്നു ഹാനി റളിയല്ലാഹു അൻഹു ഒരുപാട് നോമ്പെടുത്തിരുന്ന മഹാനാണ്. ഇബ്രാഹിം ഇബ്നു ഹാനി റളിയല്ലാഹു അൻഹു വയസ്സായി, കബറത്ത് സിന്നു, ഒരുപാട് പ്രായമായി, മരണം ആസന്നമായി. അതൊരു അസ്ർ നിസ്കാരത്തിൻ്റെ ശേഷമാണ് മരിക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ മരണത്തിൻ്റെ ആ ഒരു അവസാന നേരത്തെ ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടല്ലോ, യഷ്ഹഖു, ആ ഒരു നേരം, അല്ലാഹുവേ, ജഫരീഖുഹു, തൊണ്ടയിലെ ഉമിനീരൊക്കെ വറ്റിയിട്ട് ശ്വാസം തിങ്ങുന്നൊരു നേരമുണ്ട്. അല്ലാഹുവേ. അങ്ങനെ വന്നപ്പോൾ മോൻ ഓടി വന്നിട്ട് വാപ്പാക്ക് തൊണ്ടയിലേക്ക് വെള്ളം നനച്ച് കൊടുക്കുകയാണ്. മരണസമയത്ത് നമ്മൾ വെള്ളം കൊടുക്കും, സംസം കൊടുക്കും. തൊണ്ട വരളുന്നൊരു നേരമാണ്. ഈ മരണമാസന്നമാകുന്ന ആ ഒരു മയ്യത്തിൻ്റെ സക്കറാത്തൊക്കെ ജീവിതത്തിൽ കണ്ടനുഭവിച്ചവരുണ്ടെങ്കിൽ കൈപൊക്കിയാട്ടെ. ഒരാൾ മരിക്കുന്ന അവസാന സെക്കൻഡിൽ കൂടെ ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ല, അതൊരു വലിയ പാഠമാണ്. നമ്മളൊരു മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെ അറിയാണ്, എന്താണത്, എങ്ങനെയാണ് ആ റൂഹ് പോകുന്ന രംഗം നമ്മൾ അവസാനത്തെ ആ പിടക്കൽ കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് ആ നേരെ നന്നാക്കി തരട്ടെ, അള്ളാഹു അത് എളുപ്പമാക്കി തരട്ടെ. എന്തായാലും നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാൻ പോവുകയാണ്, ഉറപ്പാണല്ലോ. ജീവിക്കല്ലേ നമ്മൾ, എന്തായാലും മരിക്കും, ഉറപ്പാണ്. എവിടെയെങ്കിലും വെച്ചിട്ട് മരിക്കും, അതിൽ സംശയമില്ലല്ലോ, ആർക്കും അത് എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ലല്ലോ. അള്ളാഹുവിനോടത് നല്ല സമയത്താക്കി തരാൻ വേണ്ടി ദുആരക്കുക. അള്ളാഹു നമ്മുടെ ഖാത്തിമത്ത് നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മോൻ വെള്ളവുമായി കൊണ്ടുവന്നു. വെള്ളം കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു ഹാനി തങ്ങൾ ചുണ്ട് കണ്ട് കൂട്ടിപ്പിടിച്ചു. എനിക്ക് വേണ്ട. എന്നിട്ട് മോനോട് ചോദിച്ചു, മോനെ, സൂര്യൻ അസ്തമിച്ചോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ നോമ്പുകാരനാണ്, നോമ്പ് മുറിക്കാൻ നേരായോ എന്ന്. എനിക്ക് വേണ്ട. മോൻ പറഞ്ഞു, ഇല്ല, ആയിട്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ദാഹിച്ചിരിക്കുകയാണ്, പക്ഷെ വെള്ളം കുടിക്കണില്ല. മഗ്രിബായി കഴിഞ്ഞാൽ വെള്ളം കുടിക്കും വാപ്പ, പക്ഷേ മഗ്രിബ് വരെ വാപ്പ വെള്ളം വേണ്ട എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പിന്നെ മിണ്ടാതെ നിന്നിട്ട് ഇങ്ങനെ ഓതുകയാണ്, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഈ ഒരു അവസ്ഥ ലഭിക്കാനാണ് അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിക്കേണ്ടത്. ഇങ്ങനെ ഒരു അവസ്ഥ വരാനാണ്. എങ്ങനെ? നോമ്പുകാരനായിട്ട് മരിക്കുക. നമ്മളത് ആഗ്രഹിക്കേണ്ടത്. ചില പറയും കടലിൽ വിമാനത്തിൽ മരിക്കാൻ എനിക്ക് പ്രശ്നമില്ല, അതെനിക്ക് ഇഷ്ടമല്ല, കപ്പൽ മുങ്ങിയിട്ടാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, വെള്ളം കുടിച്ച് മരിക്കാമല്ലോ എന്ന് അങ്ങനെ ഒരു തമാശ പറഞ്ഞതായിരിക്കും. സുബ്ഹാനല്ലാഹ്.
നമ്മൾ അങ്ങനെയല്ല, നോമ്പുകാരനായിട്ട് നോമ്പിൻ്റെ അവസ്ഥയിലങ്ങ് മരിച്ചു കിട്ടുക, അതൊരു സൗഭാഗ്യമാണ്. അവർ പറഞ്ഞു, ഇതിനാണല്ലോ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് മോനെ എനിക്ക് വെള്ളം തരല്ലേ, നോമ്പുകാരനായി മരിക്കാൻ എൻ്റെ ദുആയുണ്ട് എന്ന് ഇബ്രാഹിം ഇബ്നു ഹാനി റളിയല്ലാഹു തആല എന്ന് ഉടനെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫമാത്. മഗ്രിബിൻ്റെ മുമ്പ് അവർ മരിക്കുകയും ചെയ്തു, നോമ്പുകാരനായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഇബാദത്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ആ അവസ്ഥയിലാണ് നമ്മളെ മരിപ്പിക്കുക. നിസ്കാരം എങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിസ്കാരത്തിലായിരിക്കും മരിക്കുക. ഇപ്പോൾ അടുത്ത സമയത്താണ് സൗദി അറേബ്യയിലെ റിയാദിൽ ഒരു സഹോദരി നിസ്കരിക്കുന്നതിനിടയിൽ സുജൂദിൻ്റെ പൊസിഷനിൽ അങ്ങനെ ആയിപ്പോയി, എഴുന്നേക്കാൻ പറ്റുന്നില്ല. 80 വയസ്സ് ആയ സമയത്ത്. അതിന് മുമ്പൊക്കെ അവർ പല ഗീബത്തും നബീമത്തൊക്കെ ഇങ്ങനെ പറയുന്ന സംഘത്തിൻ്റെ കൂടെയായിരുന്നു. പിന്നെ ആ സഹോദരിക്ക് വലിയ മാറ്റം തോന്നി, ഞാൻ എന്തിനായി സമയം കളയുന്നത്. പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോരുത്തരെ, അവളുടെ സാരി, അവളുടെ പർദ്ദ, അവളുടെ വള, അവളുടെ വാച്ച്, അവളുടെ ആ മോതിരം, അവളുടെ അതൊക്കെ എന്തിരിക്കുക, ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ, നിങ്ങളെ വിശപ്പറ്റ മാറൂല്ല, അതുകൊണ്ടിട്ടൊരു കാര്യം കിട്ടൂല, പിന്നെ എന്തിനാ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവർ വിചാരിച്ചു, റബ്ബേ ഇതൊക്കെ വിട്ടിട്ട് ഞാൻ അള്ളാഹുവിനെ ഓർക്കട്ടെ, സമയമായില്ലേ എന്ന് നിസ്കാരത്തിലേക്ക് അവർ ശ്രദ്ധ വന്നു. അങ്ങനെ നിസ്കാരം വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ സുജൂദിൽ കിടന്നപ്പോഴാണ് മഹദിക്ക് എഴുന്നേൽക്കാൻ പറ്റണില്ല. ഒരു മോനാണുള്ളത്, മോൻ ഉമ്മയെ വല്ലാതെ നോക്കിയിരുന്ന മോനാണ്. മോനെ വിളിച്ചു, മോൻ ഓടി വന്നു, ഉമ്മാക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മോൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാർ പറഞ്ഞു, എന്താണ് ഉമ്മാക്ക് സംഭവിച്ചതെന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഉമ്മയെ നിവർത്താൻ കഴിയില്ല, ഉമ്മ ആ പൊസിഷനിൽ തന്നെയാണ്, സുജൂദിൻ്റെ പൊസിഷനിലാണ്. അങ്ങനെ ഉമ്മ പറഞ്ഞു, മോനെ ICU എന്നൊക്കെ എന്നെ ഡിസ്ചാർജിനെ കൊണ്ടുപോയിക്കോ, എന്നെ വീട്ടിലേക്ക് ആക്കിത്താ മോനെ. ആക്കി കൊടുത്തു. അപ്പോൾ ഉമ്മയുടെ ഖിയാമും റുക്കൂഴും സുജൂദൊക്കെ സുജൂദാണ്. അങ്ങനെയാണ്. അങ്ങനെ ഉമ്മ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. പാതിരാത്രി 3 മണി സമയത്ത് മോനെ വിളിക്കുകയാണ്, മോനെ വാപ്പ. ഓടിച്ചൊന്ന് ഉമ്മക്ക് എന്തെങ്കിലും പറ്റിയോ? ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ മോനോട് യാത്ര ചോദിക്കുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മ ഷഹാദത്ത് ചൊല്ലിയിട്ട് സുജൂദിൽ കിടന്ന് മരിക്കുകയാണ്. ആ ഉമ്മയെ കുളിപ്പിച്ചത് സുജൂദിൽ കിടക്കുന്ന അവസ്ഥയിലാണ്. ആ ഉമ്മയ്ക്ക് കഫൻ ചെയ്തത് അങ്ങനെയാണ്. ആ ഉമ്മയുടെ ഖബർ വീതിയിലാണ് കുഴിച്ചതെന്നാണ്. കാരണം സുജൂദ് കിടത്തുന്ന രീതിയിൽ ചരിച്ച് കിടത്താനും വേണ്ടി. അപ്പോൾ ഒരു ആഗ്രഹം വന്നു, അങ്ങനെ ഒരുപാട് നിസ്കരിക്കണം. അപ്പോൾ അള്ളാഹു അതിനൊരു അവസരം കൊടുത്തു. നമ്മൾ എന്താ ഇഷ്ടപ്പെടുന്നത് ആ അവസ്ഥയിലാണ്. നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവർക്ക് നോമ്പുകാരായി. മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ചെവിയിൽ മ്യൂസിക്കും വെച്ചിട്ടായിരിക്കും മരിക്കുക. നമുക്ക് എന്ത് വിഷയം നമുക്ക് ഇഷ്ടമാണോ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അള്ളാഹു നീക്കി കൊണ്ടുവരുന്നതാണ്. ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. നിങ്ങൾക്ക് തിന്മയാണ് ഇഷ്ടമെങ്കിൽ ആ തിന്മയുടെ വഴി അള്ളാഹു എളുപ്പാക്കി തരും. എപ്പോഴും സിനിമ ഇത് കണ്ടിരിക്കുക, എന്നാൽ പിന്നെ അങ്ങനെ സിനിമയും കണ്ട് കടന്ന കടത്തത്തിലായിരിക്കും മരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ കാണുന്ന ഇടയിൽ അങ്ങനെ ആയിരിക്കും അറ്റാക്ക് വരിക. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് യാത്ര പോകുന്ന സമയത്ത് ദമാമിൽ നിന്നൊരു മയ്യത്ത് കൂടെയുണ്ട്. നമ്മുടെ പേരാമ്പ്ര ഭാഗത്ത് കയ്യാനിയോ അങ്ങനത്തെ സ്ഥലമുണ്ട്. അവിടെ ഒരു അജ്മൽ എന്ന സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഖബറിന് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. കായന്ന അങ്ങനെ സ്ഥലമുണ്ട് പേരാമ്പ്രയിൽ. കായന്ന കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഒരു ബാഡ്മിൻ്റൺ കളിക്കുകയാണ് ചോറിച്ചതിന് ശേഷം. ആ സമയത്താണ് അജ്മൽ, 33 വയസ്സാണ്, കുട്ടിയുണ്ട്, ഭാര്യയും കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ താഴെ വീട് മരിച്ചു. അവിടെ തന്നെ അവർ ശ്വാസമൊക്കെ തിങ്ങിപ്പോയി. പെട്ടെന്ന് ഒരു 5 മുമ്പ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഏതായിരുന്നല്ല സഹോദരൻ അതിനിടയിൽ മരിക്കുകയാണ്. അള്ളാഹു എപ്പോഴാണ് ഈ മരണം കൊണ്ടുവരാൻ അറിയില്ലല്ലോ. നല്ല പ്രവർത്തകനായിരുന്നു എന്നാ, പക്ഷേ അള്ളാഹു മരണം വിധിച്ചു. യൗവനത്തിലെ പോവുകയാണ്. ആ മയ്യത്തുമായിട്ടാണ് ആ കുടുംബം കൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. മയ്യത്ത് താഴെയുണ്ട്, ലഗേജിൻ്റെ കൂട്ടത്തിലുണ്ട്, മയ്യത്തുണ്ട്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. അവരൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ നാമ്യം പറയണം, ആ അജ്മൽ എന്ന സുഹൃത്തിന് അള്ളാഹു നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ, അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ആ ഭാര്യ കുടുംബത്തിന് നീ ക്ഷമിക്കാനുള്ള നല്ല ഒരു മനസ്സ് കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, അപ്പോൾ നമ്മൾ ഏതവസ്ഥയിൽ മരിക്കണം അള്ളാഹുവിനോട് ചോദിക്കുക. ഹലാലായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ മരിക്കുക. ഇപ്പോൾ ചെറുപ്പക്കാരൻ്റെ ഹറാമായ അവസ്ഥ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. വലാ നുസക്കി അലല്ലാഹി അഹദ. പക്ഷേ കള്ളുടിച്ചിട്ടോ തിന്മ ചെയ്തിട്ടൊന്നും അല്ലല്ലോ. ഒരു കൂട്ടുകാർ തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുക, ഇച്ചിരി വാശിയിൽ അന്ന് ഭക്ഷണം കഴിച്ച ഉടനെയാണ് കളിക്കാൻ ഇറങ്ങിയത്. ഇച്ചിരി ഹാർട്ടിന് പ്രയാസം തോന്നിയിരുന്നു മുമ്പ്. അങ്ങനെ അള്ളാഹു താല അങ്ങനെ മരണം വിധിച്ചു. അള്ളാഹു അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു സുഹൃത്ത് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, ഞങ്ങളുടെ ഒരു സുഹൃത്ത് മയ്യത്ത് കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ പേരാമ്പ്രയിലെ കായന്നയിലെ അജ്മലാണോ? അല്ല, വേറൊരാൾ, ഞങ്ങളുടെ സുഹൃത്ത്, ഞങ്ങൾ സൗദിയിൽ നിന്ന് വരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ 2 ചെറുപ്പക്കാരുടെ മയ്യത്ത് കൂടെ. അപ്പം നമ്മളൊക്കെ എങ്ങനെയാണ് പോവുകയെന്ന് അല്ലാഹു ആലം. നമ്മൾ ആ രംഗത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ ദുന്യാവിൽ കുറേ കുശുമ്പും കുറേ അസൂയയും ആളെ പറ്റിക്കലും ഇതൊന്നും ഉണ്ടാവില്ല. ഈ ഒരു രംഗം നമുക്ക് വരാൻ പോവുകയാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കണം.
അള്ളാഹു നമുക്ക് ആ നേരം നന്നാക്കി തരട്ടെ. ഇബ്രാഹിം ഇബ്നു ഹാനി റളിയല്ലാഹു തആല ആ അവസ്ഥയിലാണ് മരിക്കുന്നത്. ഞാൻ പറഞ്ഞ സൗദിയിലെ ആ ഒരു ഉമ്മ സുജൂദിൻ്റെ അവസ്ഥയിലാണ് മരിക്കുന്നത്. നമുക്ക് എന്ത് ഇബാദത്ത് ഇഷ്ടമാണോ ആ അവസ്ഥയിൽ ഖുർആൻ ഓതാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അള്ളാഹു ആ നിലക്ക് മരിക്കാനുള്ള അവസരം തരും. അള്ളാഹു ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. ലോക പ്രശസ്തയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, നഫീസ ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹ, അങ്ങനെയാണ് അറിയപ്പെടുക. മഹദിയും ഒരുപാട് നോമ്പെടുത്തിരുന്ന മഹദിയാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹ. മഹദി റളിയല്ലാഹു തആല അൻഹ നോമ്പെടുത്ത സമയത്ത് അങ്ങനെ രോഗം വന്നപ്പോൾ മഹദിയുടെ ചുണ്ടുകൾ നനഞ്ഞു കണ്ടപ്പോൾ ആളുകൾ വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് വഅജബാ മഹദി പറയാണ്, നമ്മുടെ പെണ്ണുങ്ങൾക്ക് മാതൃകയാണ് നഫീസ റളിയല്ലാഹു അൻഹ, നഫീസത്തുൽ മിസ്രിയ, റാബിഅത്തുൽ അദവിയ, ഇവരൊക്കെ മഹത്തുക്കളാണ്. നഫീസ ബീവിയുടെ ഖബർ കിടക്കുന്നത് ഫലസ്തീനിലോ നമ്മളെവിടെയാണ് സിയാറത്ത് ചെയ്തത്? ഫലസ്തീനിലല്ലേ? റാബിയ ബീവിയാണോ നഫീസത്തുൽ മിസ്രിയ? നഫീസത്തുൽ മിസ്രിയ ഫലസ്തീനിലാണ് അവരുടെ മഖാമുള്ളത്, അവർ അന്ത്യവിഷമം കൊള്ളുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അതാണ് റാബിയ ബീവിയാണ്. ഒരു മഹദിയെ ഞങ്ങൾക്ക് സന്ദർശിക്കാൻ സിയാറത്ത് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. നോമ്പ് കാരിയായിട്ടാണ് മഹദി കിടക്കുന്നത്. മരണമാസന്നമായിരിക്കുകയാണ്, വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നു. നോമ്പ് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, നോമ്പ് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരെയൊക്കെ റയ്യാൻ എന്ന വാതിലിലൂടെയാണ് വിളിക്കാൻ. റയ്യാൻ എന്ന വാതിൽ നോമ്പുകാരൊക്കെ ഇതിലവാന്ന് പറയും. റയ്യാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദാഹം തീർത്തവൻ എന്നാണ്. അപ്പോൾ ആ വാതിലൂടെ കടന്നു വരുന്നവർക്ക് നോമ്പുകാർ ദാഹിക്കുമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ സമ്മറിലെ നോമ്പാ. നമുക്ക് ഇനി കുറച്ചു കാലം, ഒരു 10 കൊല്ലമൊക്കെ ഇനി ഈ ചൂടുകാലത്ത് തന്നെയായിരിക്കും നോമ്പുണ്ടാവുക. അപ്പോൾ ചൂടുള്ള സമയമാണ്. പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൂലി വലിയ കൂലിയും വലിയ പ്രതിഫലവുമായിരിക്കും. അത് നഷ്ടപ്പെടുത്തരുത്. ആ അവസ്ഥയിൽ ദാഹം സഹിച്ചവരല്ലേ ഇതിലെ വന്നോളൂ, അവർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുന്ന ആ വാതിലൂടെ കടന്നാൽ ഫലാ യളുമഉ ബഅദഹാ അബദ, പിന്നെ അവർക്ക് ദാഹം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരെ അതിലെ വിളിക്കും, നിസ്കാരക്കാരെ ദുഇ മിൻ ബാബി സ്വലാ, നിസ്കാരം ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിലെ വിളിക്കും. ഓരോരുത്തരും ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ? കാരണം എല്ലാ കാര്യം ചെയ്യാൻ ഒരു കാര്യം പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. ഏതെങ്കിലും ഒരു നന്മ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും നിസ്കാരമാണ്. ആരബിനെ സ്വതക്ക കൊടുക്കുക, ചിലർക്ക് സ്വതക്ക കൊടുക്കൽ ഇഷ്ടമാണ്, സഹായിക്കൽ ഇഷ്ടമാണ്. അവരെ ബാബു സ്വതക്ക, ഒരുപാട് ദാനം ചെയ്തില്ലേ, ഇതിലെ വരിനെന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ്. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ അലാ മൻ ദുഇയ മിൻ കുല്ലിഹാ ബുദ്ദുന്യാ റസൂലല്ലാഹ്, നബിയെ ഒരു വാതിലിലൂടെ ഒരാളെ വിളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എളുപ്പമാണ്, ഇതിലെ വരിൻ, അതിലെ കയറി ചെന്നാൽ മതി. എന്നാൽ ഒരാളെ എല്ലാ വാതിലിലൂടെയും വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നബിയെ? എല്ലാ മലക്കളും പറയാം, നിങ്ങൾ നിസ്കാരം ഇഷ്ടപ്പെട്ട ആളല്ലേ ഇതിലവാ, നോമ്പ് ഇഷ്ടപ്പെട്ട ആളല്ലേ ഇതിലവാ, സക്കാത്ത് ജിഹാദ് ഇഷ്ടപ്പെട്ടവരല്ലേ ഇതിലവാ, ഖുർആൻ ഇഷ്ടപ്പെട്ടവരല്ലേ, ബാബുൽ ഖുർആൻ, ഇങ്ങനെ വിളിക്കുമ്പോൾ എല്ലാ വാതിലൂടെയും മലക്കൾ വിളിച്ചാൽ എന്താ ചെയ്യേ നബിയെ? ഒരാളെ ഒരു വാതിൽ വിളിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ എല്ലാ വാതിലൂടെയും ഒരാളെ വിളിക്കപ്പെടുമോ? അങ്ങനെ വിളിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും ചെയ്യാ നബിയെ എന്ന് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, ശ്രദ്ധിക്കുന്നവരെ വഅൻത മിൻഹും, നിങ്ങളതിൽപ്പെട്ട ആളാണ്, നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമാണല്ലോ, നിങ്ങൾ ഇതിലൂടെയൊക്കെ വിളിക്കുന്നതാണ്. അന്ന് നിസ്കാരം കഴിഞ്ഞപ്പോൾ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് മുത്തുനബി തങ്ങൾ ചോദിച്ചത്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ, ഇന്ന് ആരാ നോമ്പ് നോറ്റ് നേരം വെളുത്തത്, ഇന്ന് ആരാ നോമ്പെടുത്തത്? ആരുമില്ല. അന യാ റസൂലല്ലാഹ്, ഞാനാ നബിയെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പായിരുന്നു. മൻ മിൻകും അത്അമ മിസ്കീനൻ, ഒരു പാവപ്പെട്ട ആൾക്ക് ഇന്ന് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? സുബഹി നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു ദിവസം ആരംഭിക്കുന്ന മഗ്രിബ് മുതലാണ്. ഇന്നിപ്പോൾ ഏതാ ദിവസം? ഇപ്പോൾ ശനിയാഴ്ച അല്ലേ? ശനിയാഴ്ച, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ശരിക്കും. കാസർഗോട്ടെ കണക്ക് പ്രകാരം ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാവാണിത് അല്ലേ ഉസ്മാൻ? അങ്ങനെയല്ലേ പറയാം? വെള്ളിപ്പാടിയിലൊക്കെ അങ്ങനെയല്ലേ? ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രി എന്നാണ് പറയാം. നമ്മൾ മലപ്പുറത്തൊന്നും അങ്ങനെ പറയില്ല. ശനിയാഴ്ച രാത്രിയാണ് ക്ലാസ് എന്ന് പറയും. ശനിയാഴ്ച അല്ല ശരിക്കും, ഈ രാത്രി നാളത്തെ പകലിൻ്റെ ബാക്കിയാണ്. നാളെ അസ്തമിച്ചു കഴിഞ്ഞാൽ നാളത്തെ ഞായറാഴ്ച ക്ലോസായി. അവർ രാത്രിയോടുകൂടെ ദിവസം ആരംഭിച്ചു. അപ്പോൾ ആ മഗ്രിബിൻ്റെ ശേഷം ചെയ്ത അമലായിരിക്കും തങ്ങൾ ഒരു പക്ഷെ ചോദിക്കുന്നുണ്ടാകുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെങ്കിലും ഇന്ന് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തോ? ആരുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അന യാ റസൂലല്ലാഹ്, ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയെ. ഇന്ന് ആരെങ്കിലും ആദ മരീദൻ, ഒരു രോഗിയെ സന്ദർശിച്ചോ? അന യാ റസൂലല്ലാഹ്, ഞാനത് ചെയ്തിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വമൻ മിൻകും തബിഅ ജനാസത്തൻ, ഒരു മയ്യത്തിൻ്റെ കൂടെ ഖബറടക്കാൻ വേണ്ടി കൂടെ പോയിട്ടുണ്ടോ ആരെങ്കിലും? ആരുമില്ല. അന യാ റസൂലല്ലാഹ്.
ഇത് പറഞ്ഞപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, മാ ജമഅ അല്ലാഹു ഹാദിഹിൽ ഖിസാല ഫീ ശഖ്സിൻ ഇല്ലാ അദ്ഖലഹു അല്ലാഹുൽ ജന്ന. ഈ എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യനിൽ ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നോമ്പെടുക്കുന്ന ശീലം, ദാനധർമ്മത്തിൻ്റെ ശീലം, രോഗികളെ പോയി സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ജനാസയെ അനുഗമിക്കുന്നത്, അതിനൊക്കെ അവസരം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. നമ്മളെല്ലാവരും അവനാൻ്റെ കാര്യം അവനാൻ്റെ മൊബൈലിൽ നോക്കിയിട്ട് കളിച്ചിരിക്കുന്ന കാലമാണ്. അപ്പുറത്ത് എന്താ നടക്കുക ഒന്നും അറിയില്ലല്ലോ. ഇങ്ങനെ ചെറുപ്പക്കാരെ കൂട്ടമായിട്ട് മൊബൈലിൽ അങ്ങനെ കളിച്ചിരിക്കുക. ബസ് സ്റ്റോപ്പിലാണെങ്കിൽ എവിടെയാണെങ്കിലും അവനവൻ്റെ സ്വന്തം ലോകത്തായിരിക്കണത്. ഒരു സ്ക്രീനാണ് ലോകം. ആ സ്ക്രീനിൽ കണ്ണ് എന്ന് പറഞ്ഞ് ഒരു നിഅമത്താണെന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഉപയോഗിക്കുന്നത്. കാണുകയാണ്, എപ്പോഴും വീഡിയോസും അതെല്ലാം കാണുകയാണ് എന്തായാലും. അപ്പോൾ അള്ളാഹുവിനോട് പലതരത്തിലുള്ള നിഅമത്തുകളും പലതരത്തിലുള്ള ഇബാദത്തുകളും ചെയ്യാൻ തൗഫീഖിന് വേണ്ടി ചോദിക്കിൻ. അള്ളാഹു നമുക്കത് തരട്ടെ. ആമീൻ. നഫീസത്തുൽ മിസ്രിയ നഫീസ ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹ മരണമാസന്നമായി നോമ്പുകാരിയായി കിടക്കാണ്. കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മഹദി പറയാണ്, വാ അജബാ, അത്ഭുതമേ, അന മുൻദു 30 സന അസ്അലുല്ലാഹ റബ്ബി അൻ അൽഖാഹു വ അന സ്വായിമ. 30 കൊല്ലമായി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബേ എന്നെ മരിപ്പിക്കുമ്പോൾ ഒരു നോമ്പുകാരിയായി മരിപ്പിച്ചു തരണമേ. 30 വർഷമായി ഞാൻ ചോദിക്കുന്നു അള്ളാഹുവിനോട്. അഫ്തിറു ലമ്മാ ഹാനൽ ലിഖാ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നേരമാകുമ്പോൾ ഞാൻ ഈ നോമ്പ് മുറിക്കുകയാണോ വേണ്ടത്? ഞാനത് ചെയ്യൂല. ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായിട്ടുണ്ട്. റബ്ബേ നോമ്പ് നോറ്റിട്ട് നിന്നെ കാണണം റഹ്മാനെ, അതിനെന്നെ സഹായിക്കണേ. ആ ഒരു അവസരം അല്ലാഹ് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എത്ര ദാഹിച്ചു, ഞാൻ തളർന്നിരിക്കുകയാണ്, എനിക്ക് വെള്ളം വേണ്ട, ഞാൻ നോമ്പ് മുറിക്കൂല. എന്നിട്ട് മഹദി റളിയല്ലാഹു അൻഹ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 12ാമത്തെ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ആ ആയത്ത് ഓതിയിട്ടാണ് മരിക്കണത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. യാ അല്ലാഹ്, എന്തൊരു ഭാഗ്യാണല്ലേ. ഖുല്ലിമൻ മാ ഫിസ് സമാവാതി വൽ അർദ് ഖുല്ലില്ലാഹ് കതബ അലാ നഫ്സിഹി റഹ്മ. കഴിഞ്ഞു. പിന്നെ ശ്വാസം വിട്ടിട്ടില്ല. പിന്നെ മരിക്കുകയാണ് ഉണ്ടായത് നഫീസ റളിയല്ലാഹു അൻഹ. ഫാദത്ത് റൂഹുഹാ ഇലാ ബാരിഹാ. പിന്നെ റൂഹ് പോവുകയാണ്. എന്താണ് ഓതി ആയത്തിന് അർത്ഥം എന്താണെന്നറിയോ? ഖുൽ, ചോദിക്കൂ നബിയേ, ലിമൻ മാ ഫിസ് സമാവാതി വൽ അർദ്, ഈ പ്രപഞ്ചം ഒന്നാകെ ഭരിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരാണ്? ആരുടേതാണ് ഭൂമി? ആരുടേതാണ് ചന്ദ്രൻ? ആരാണ് സൂര്യനെ നിയന്ത്രിക്കുന്നത്? ആരാണ് ഗോളങ്ങളെ, താരസമൂഹങ്ങളെ നിയന്ത്രിക്കുന്നത്? ഖുൽ ലിമൻ മാ ഫിസ് സമാവാതി വൽ അർദ്, പ്രപഞ്ചത്തിലുള്ള ഓരോ ആറ്റവും ആർക്ക് അവകാശപ്പെട്ടതാണ്? ആരാണതിൻ്റെ ഉടമസ്ഥൻ? പറഞ്ഞു കൊടുക്കൂ നബിയെ, ഇതൊക്കെ അള്ളാഹുവിൻ്റേതാണ്, ഇത് റബ്ബിൻ്റേതാണ്. ആരും പട്ടയം ആധാരം കയ്യിൽ വെച്ചിട്ടും കാര്യമില്ല, ഇത് അള്ളാഹുവിൻ്റേതാണ്. ഖുല്ലില്ലാ, അള്ളാഹു ഉണ്ടാക്കി വെച്ചതാണ്. കതബ അലാ നഫ്സിഹി റഹ്മ, അള്ളാഹു തൻ്റെ നഫ്സിന് ദാത്തിന് കരുണ നിർബന്ധമാക്കി വെച്ചവനാണ് അള്ളാഹു. കതബ അലാ നഫ്സിഹി റഹ്മ. ഈ അധികാരമൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊക്കെ ഒരു അധികാരം ഒരു മനുഷ്യൻ്റെ കയ്യിൽ കിട്ടിയാൽ അഹങ്കാരം വരുന്നതാണ്. അഹങ്കാരം വരും, പവർ ഉപയോഗിച്ച് ശത്രുക്കളെ അടിച്ചമർത്തും, ഇങ്ങനെയൊക്കെ ചെയ്യും. അള്ളാഹു അങ്ങനെയല്ല. കതബ അലാ നഫ്സിഹി റഹ്മ, അള്ളാഹു റഹ്മത്ത് സ്വന്തം നഫ്സിന് നിർബന്ധമാക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹു കാരുണ്യവാനാണ്. ഇതങ്ങ് പറഞ്ഞ് വഫാത്തായി നോമ്പുകാരിയായി മഹാനായ നഫീസ റളിയല്ലാഹു അൻഹ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇരിക്കെ സമയം ഇപ്പോൾ 11:05 നമ്മൾ തുടങ്ങിയത് ഏകദേശം 10 മണിക്കാണ്. നിർത്താനായിക്കണോ അല്ല കീപ് ഗോയിങ് ഇൻഷാ അല്ലാഹ്. തിരക്കുള്ളവർ പോയിക്കോളി ഇൻഷാ അല്ലാഹ്. എനിക്കും നിങ്ങളെപ്പോലെ തന്നെ ഡ്യൂട്ടി ഉണ്ട്, ആ ബേജാറിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും നമ്മളിപ്പോൾ ഈ ഒരു അഹ്ലൻ റമളാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ ബാനറൊക്കെ അടിച്ചുണ്ടാക്കിയിട്ട് നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്കൊരു സങ്കടം തോന്നൂലേ? അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് നേരം കൂടെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യം പറയാൻ നമുക്ക് ആവുന്നിടത്തോളം 1 അരമണിക്കൂറും കൂടെ. പ്രശ്നമാവോ? സ്കൂൾ പോണ കുട്ടികളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഇൻഷാ അല്ലാഹ് തിരക്കില്ലൊക്കെ പോയിക്കോളി. മൊയ്തിച്ചാക്ക് തിരക്കുണ്ട് തോന്നുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഒക്കെ ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ അങ്ങനെയാണ് സംഗതി. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടപ്പോൾ അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടപ്പോൾ
അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു, അവർക്കതിന് സൗകര്യങ്ങൾ അള്ളാഹു താല ചെയ്തു കൊടുക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ, ബഹുമാനപ്പെട്ടവർ ഒരുപാട് നോമ്പെടുത്തിരുന്ന മഹാനാണ്. കാന സ്വാഇമ, ഒരുപാട് നോമ്പെടുക്കും. മരണമാസന്നമായപ്പോൾ മഹാനവറുകൾ പറഞ്ഞ ചില വാക്കുകൾ വളരെ ചിന്തിപ്പിക്കുന്നതാണ്. എനിക്ക് മരിക്കുന്നതിന് ടെൻഷനൊന്നുമില്ല, പക്ഷെ 3 കാര്യം ആലോചിക്കുമ്പോൾ മരിക്കണ്ട എന്നെനിക്ക് തോന്നുകയാണ് എന്ന് പറഞ്ഞു അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. നമ്മളിപ്പോൾ മരിക്കുന്ന കുഴപ്പമൊന്നുമില്ല, എൻ്റെ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ റബ്ബേ, വീട് പണിപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ അടുത്ത മാസം വെച്ചത്, ഇപ്പം തന്നെ മരിച്ചാൽ ഇപ്പോൾ എന്താ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ? നമ്മളങ്ങനെ ഇനിയിപ്പോൾ വിസ പുതുക്കി കിട്ടും, കോൺട്രാക്റ്റ് തരാൻ നിൽക്കുകയാണ്, ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്, ഇപ്പം തന്നെ മരിപ്പിച്ചാൽ എന്താ പടച്ചോനെ അതിൻ്റെയൊക്കെ അവസ്ഥ? നമ്മൾ ദുന്യവുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ആലോചിക്കുക. മരിക്കുന്ന കുഴപ്പമൊന്നുമില്ല, കുട്ടീനെ കെട്ടിച്ച് നമ്മളങ്ങനെയല്ല പറയാം, ഒരാൾ മരിച്ചു റബ്ബേ ആ കുട്ടീൻ്റെ കല്യാണം ഒന്ന് തീരുമാനിച്ച് വെച്ചതായിരുന്നു, മരിച്ചല്ല റബ്ബേ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? കുടിരിക്കലൊക്കെ വലിയ ജോറായിട്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചതാണ്, അങ്ങനെയൊക്കെ വരും. പക്ഷെ നമ്മൾ അതിനൊന്നും സങ്കടപ്പെടേണ്ട. അതിപ്പോൾ എന്തായാലും നമ്മളില്ലെങ്കിൽ ആ കുടിയിൽ ആരെങ്കിലുമൊക്കെ പാർക്കും, അങ്ങനെയാണ്. ഭൂമി നമ്മളല്ലെങ്കിൽ നമ്മുടെ അനന്തരാവകാശികൾ അത് അവരുടെ അനന്തര സ്വത്തായിട്ട് അവർ എടുത്തിരിക്കും, നമ്മളിനി വേണ്ടാന്ന് കൊണ്ടും കാര്യമില്ല. അപ്പോൾ അതിനെപ്പറ്റിയല്ല നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ച് വെക്കുക, മനസ്സിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അത് സെറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, അത്ര എളുപ്പമല്ല. മനസ്സിലങ്ങനെ നമ്മൾ പാകപ്പെടുത്തി വെക്കണം. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുകയാണ്, പലതും നമ്മളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത കൊല്ലം പിന്നെ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ഓഗസ്റ്റിൽ എൻ്റെ ഒരു സുഹൃത്ത്, അടുത്ത ഓഗസ്റ്റ് 1 എൻ്റെ വീടിൻ്റെ കുടിരിക്കലാണെന്ന്, എന്തായാലും നിങ്ങൾ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കണം, എൻ്റെ വീട്ടിൽ വരണം എന്നൊരു സുഹൃത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു ഇവനെ പണി തീരും തോന്നുന്നില്ല, ചിലപ്പോൾ 1 മാസം കൂടെ കഴിയിട്ടോ എന്ന് പറഞ്ഞു. ഏതായാലും അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. നമ്മൾ ഒരു കൊല്ലത്തേക്കൊക്കെ പ്ലാൻ ചെയ്യാണ് പ്രത്യേക, അതിലപ്പോൾ 3-4 കൊല്ലത്തേക്കൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ഖളാ ആണ് ഇവിടെ നടക്കുക, അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിൻ്റെ ലോകമാണ്, അവൻ ഉദ്ദേശിച്ച പോലെയൊക്കെ നടക്കും. അള്ളാഹുവേ. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലം ആസഫ അലാ ഷൈഇൻ യഫൂതുനി മിനദ് ദുനിയ ഇല്ലാ അലാ 3. ദുനിയാവെന്ന് മരിച്ചു പോകുമ്പോൾ ഈ ലോകത്ത് ലഭ്യമാകുന്ന 3 എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന പേടി, എൻ്റെ സങ്കടം എനിക്കുണ്ട്. വേറൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ആ 3 ഈ ലോകത്തേ കിട്ടുള്ളൂ, മരിച്ചു പോയാൽ കിട്ടൂല. അങ്ങനെ ഒരു 3 മരിച്ച് കബറിൽ കിടക്കുമ്പോൾ അതിനൊന്നും കഴിയില്ലല്ലോ റബ്ബേ, അതാലോചിക്കുമ്പോൾ എനിക്ക് മരിക്കാൻ ഇച്ചിരി സങ്കടം തോന്നുകയാണ് എന്ന് മരിക്കുന്ന നേരത്തെ പറഞ്ഞ മഹാനാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. എന്താ വിഷയം എന്നറിയോ? ലമഉൽ ഹവാജിർ, ഒന്നതാണ്. ലമഉൽ ഹവാജിരി വമുകാബദത്തുൽ ലൈലി വലം മുഖാതിലിൽ ഫിഅത്തൽ ബാഗിയ അല്ലതി നസലത് ബിനാ. ലമഉൽ ഹവാജിർ, നട്ടുച്ച നേരത്ത് ഏറ്റവും ചൂടുള്ള കാലത്ത് സുന്നത്തായി അള്ളാഹുവിന് നോമ്പെടുക്കാനുള്ള സൗഭാഗ്യം ഖബറിൽ പോയി കിടന്നാൽ കഴിയില്ലല്ലോ പടച്ചവനെ. ലമഉൽ ഹവാജിർ, നട്ടുച്ച നേരത്തെ ദാഹം, നല്ല വെയിലുള്ള ദാഹം, ദിവസത്തെ ദാഹത്തിനാണ് ലമഉൽ ഹവാജിർ. നമ്മളിപ്പോൾ റമദാൻ ഇപ്പോൾ നമുക്ക് ജൂണിൽ വന്നിരിക്കുകയാണ്, ഇപ്പോൾ അടുത്ത വർഷമൊക്കെ വന്ന് മെയ്യിലേക്ക് ഇങ്ങോട്ട് വരും. ഏറ്റവും ചൂടുള്ള സമയത്ത് നോമ്പെടുക്കാൻ ഇപ്പം ഒരു വിധം കഴിയുന്ന ബിസിനസ്സുകാരൊക്കെ നാട്ടിലേക്ക് വിടും. അവിടെ എന്താ മഴ, നാട്ടിൽ നല്ല തണുപ്പല്ലേ, ഈ ചൂടത്ത് എന്തിനാണ് നിൽക്കണതെന്ന് പറഞ്ഞിട്ട് പോകും അല്ലേ. കുറേയേറെ ആളുകൾ തണുപ്പുള്ള ഓസ്ട്രേലിയക്കൊക്കെ പോകും, അവിടെ എന്തായാലും 6-7 മണിക്കൂറൊക്കെ നോമ്പുള്ളൂ, എന്നാൽ പിന്നെ 1 മാസം ഓസ്ട്രേലിയയിലായിക്കോട്ടെ, ഒരു ഓസി ആയിട്ട് കഴിയാം എന്ന് വിചാരിച്ചിട്ട് ഓസ്ട്രേലിയക്ക് പോകുന്നവർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നവർ. എന്തിന്? ഈ ചൂടിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറയാം, ഈ ചൂട് കാലം വരുമ്പോൾ ഒരു സുന്നത്ത് നോമ്പെടുക്കാനുള്ള രസമുണ്ടല്ലോ, അത് മരിച്ചു പോയാൽ കിട്ടില്ലല്ലോ. ചൂട് കാലത്ത് നോമ്പെടുക്കാൻ അവരൊക്കെ ആഗ്രഹിക്കുന്നവരല്ലേ, ജൂണിലും ജൂലൈയിലൊക്കെ സമ്മറിൽ, ഇവിടെ ഓഗസ്റ്റിലും സെപ്റ്റംബറിലൊക്കെ ഒരു നോമ്പ് വരട്ടെ എന്നായിരിക്കും അവർ ആലോചിച്ചിട്ടുണ്ടാവുക. സുബ്ഹാനല്ലാഹ്, നമ്മളിവിടുന്ന് ഓടാൻ രക്ഷപ്പെടാൻ. അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഹദീസുണ്ട്, സാഫർനാ മഅ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യൗമിൻ ശദീദിൽ ഹർ. നല്ല ചൂടുള്ള ഒരു ദിവസം അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഞങ്ങളൊരു യാത്ര പോയി. നല്ല ചൂടാണ്. വകാന അഹദുനാ യളഉ യദഹു അലാ റഅസിഹി മിൻ ശിദ്ദത്തിൽ ഹർ. ചൂടിൻ്റെ കാഠിന്യം, അന്ന് കുടയൊന്നുമില്ലല്ലോ, തലയിൽ കൈവച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നു പോയത് മരുഭൂമിയിലൂടെ. ആലോചിക്കണം മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ എത്ര വലിയ നിഅമത്തിലാണെന്ന് എന്താണ് ആലോചിക്കാൻ വയ്യ, നമ്മളെ കൊണ്ട് കഴിയില്ല. എത്ര വലിയ നിഅമത്തിലാണ് നമ്മൾ. വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത്, നല്ല റോഡുണ്ട്, പേവ് ചെയ്ത നല്ല റോഡുകളില്ലേ, വാഹന സൗകര്യങ്ങളുണ്ട്, ഏതെങ്കിലും വല്ല അഡ്നോക്കായിട്ട് വല്ല ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ സ്ഥലമല്ലേ, വഴിയിൽ തന്നെ വിശ്രമിക്കാൻ ഇസ്തിറാഹ ഉണ്ട്, എന്തെല്ലാം സംവിധാനങ്ങൾ. നമ്മുടെ യാത്രയൊക്കെ എന്താണ്? യാ അല്ലാ,
ഖിത്അത്തും മിനൽ അദാബ് എന്ന് തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര അദാബിൻ്റെ കഷ്ണമാണെന്ന് തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അതിൻ്റെ കാരണം പറഞ്ഞ വിഷയം എന്താ വെച്ചാൽ യദഉ തുആമഹു വ ശറാബഹു വ അഹ്ല. യാത്ര പോകുമ്പോൾ നിങ്ങളുടെ ചില സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാവും. ചിലക്ക് വല്ല പരിപ്പും കറിയേക്കാരം വേണ്ടത്, അന്നിപ്പോൾ ചിലപ്പോൾ പോയാൽ കിട്ടില്ല എന്ന് വരും. ചിലക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും വേണ്ടത്. ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഇഷ്ടപ്പെട്ട വെള്ളവും നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ നിങ്ങളുടെ കുടുംബം നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടല്ലോ, കുടുംബം കൂടല്ലല്ലോ. അതുകൊണ്ട് യാത്ര അദാബിൻ്റെ കഷ്ണമാണ്. ആ ഒരു വകുപ്പ് നമുക്ക് ആലോചിക്കുക. ഏതെങ്കിലും കൺട്രിയിൽ യാത്ര പോയി നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയില്ല എന്ന് വരും. ശരി തന്നെ, സ്വാഭാവികമായിട്ടും. ഉംറക്കൊക്കെ പോയി വന്നിട്ടൊക്കെ ചില ആളുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദീർഘമായ യാത്ര പോയി വരുമ്പോഴേ റബ്ബേ ഒരു സാമ്പാറും ചോറും കിട്ടിയാൽ മതിയായിരുന്നു, കാരണം ഈ തിക്കിയും കബാബും ഈ ബ്രോസ്റ്റ് നിന്നിട്ടും അടുത്തല്ല പടച്ചോനെ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുന്നില്ല. അതുകൊണ്ട് അദാബിൻ്റെ കഷ്ണമാണ് എന്ന് നമ്മൾ സൗകര്യത്തിന് മനസ്സിലാക്കുകയാണ്. സത്യത്തിൽ ഒരു പ്രയാസമില്ലാതെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാ അല്ലാഹ്, ഷദീദുൽ ഹർ. അന്ന് ഷെയ്ഡായിട്ട് ഒന്നുമില്ല. ഹദീസിൽ തന്നെ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ വന്നിട്ടുണ്ട് ജനങ്ങൾ അലാ മുറൂജിൻ യർഖബൂനൽ മുറൂജ്, ജനങ്ങൾ നല്ല മെത്തകളിൽ യാത്ര ചെയ്യും. കർരിഹാലി, ഒട്ടകപ്പുറത്ത് വെക്കുന്ന ചെയർ പോലെയുള്ള ചെയറുള്ള നല്ല യാത്രാ സൗകര്യമുള്ള വാഹനത്തിൽ ആളുകൾ അന്ത്യനാളിൻ്റെ മുമ്പ് യാത്ര ചെയ്യും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒട്ടകപ്പുറത്തോ വാഹനപ്പുറത്തോ അല്ല, പക്ഷേ ഈ ഒട്ടകപ്പുറത്ത് വെക്കുന്ന റിഹാൽ, ഒട്ടകക്കട്ടിൽ, ഒരു സീറ്റാണത്, ചാരി നിൽക്കാൻ പറ്റുന്ന സീറ്റ്. അങ്ങനത്തെ സീറ്റുള്ള, മെത്ത പോലെ സീറ്റുള്ള വാഹനങ്ങളിൽ എൻ്റെ ഉമ്മത്തികൾ യാത്ര ചെയ്യും. എന്നിട്ട് പറഞ്ഞു, അവർ പള്ളികളുടെ മുമ്പിൽ വന്ന് ആ വാഹനത്തിൽ ഇറങ്ങും. കാരണം പള്ളിന് മുമ്പിൽ കാർ പാർക്കിംഗ് ഉണ്ടാവുന്ന അർത്ഥം. അവിടെ വന്നിട്ട് ഇറങ്ങുന്നു. വനിസാഉഹും കാസിയാത്തുൻ ആരിയാത്തുൻ, അവരുടെ പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാത്തവരായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവർ പള്ളി പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെയാണ്, അല്ലെങ്കിൽ കാര്യപ്പെട്ട ആളാണ്, പള്ളിക്ക് വരുന്ന ആളാണ്, പക്ഷേ പെണ്ണുങ്ങളെ കാര്യം ശ്രദ്ധിക്കാറില്ല. അങ്ങനത്തെ ഒരു കാലം വരും. ഇന്നത്തെ ഉലമാ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, സയ്യാറാത്ത്, കാറുകളെ സംബന്ധിച്ചായിരിക്കണം നബി തങ്ങൾ ഈ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ യാത്രയിൽ തങ്ങൾക്കൊന്നുമില്ല, തണലേകാൻ ഒന്നുമില്ല. കൈ തലയിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. വമാ മിന്നാ സ്വായിമുൻ ഇല്ലാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബ്ദുല്ലാഹി ഇബ്നു റവാഹ. നബി തങ്ങളും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടുപേരല്ലാതെ ഞങ്ങളിൽ ഒരാൾക്കും അന്ന് നോമ്പില്ലായിരുന്നു. അന്നാരും നോമ്പെടുത്തിട്ടില്ല. പക്ഷേ ആർക്ക് നോമ്പുണ്ട്? അഷ്റഫുൽ ഖൽക്കിന് നോമ്പുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങളും അബൂ ദർദ എന്നവരെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഞങ്ങളൊന്നും നോമ്പെടുത്തില്ല, കഴിയില്ല, അത്രക്ക് ചൂടാണ്. പക്ഷേ നബി തങ്ങൾ നോമ്പെടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയില്ലേ, ഔട്ട്ഡോറാണ് ജോലി, പുറത്താണ് ജോലി, നമുക്ക് നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ, നമുക്കൊക്കെ അള്ളാഹ് എക്സ്ക്യൂസ് തന്നിട്ടുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. ഒരുവിധം കഴിയോ നമ്മൾ നോമ്പെടുക്കും. നോമ്പെടുക്കാൻ പറ്റൂലേ, പിന്നെന്ത് ചെയ്യണം? അവർ അതുകൊണ്ട് സിക്കായി പോവാണ്. ഇപ്പം നമ്മൾ UK-യിലേക്കോ മറ്റു അമേരിക്കൻ രാജ്യങ്ങളിലേക്കോ നോർത്ത് പോളിലേക്കോ സൗത്തിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രയാസം വരും. കാരണം 19-20 മണിക്കൂറൊക്കെ നോമ്പെടുക്കുന്ന അവസ്ഥ വരും. നമ്മൾ നോമ്പെടുത്തിട്ടില്ല, അങ്ങനെ ഒരു അവസ്ഥ കിട്ടിയോ? 19-20 മണിക്കൂറൊക്കെ നോമ്പ് ഇല്ല. ഞാനൊന്ന് അനുഭവിച്ച് നോക്കി. 10 ദിവസം നോമ്പെടുത്തു. അപ്പോൾ സുബ്ഹാനല്ലാഹ്, നമുക്ക് അങ്ങനെ ഒരു ഘട്ടം വന്നാലൊരു മസാല പറയാറുണ്ട്. ഈജിപ്തിലെ ഒരു ഷെയ്ഖ് പറഞ്ഞു, ഏത് മക്കയിലെ ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് നോമ്പ് കുറിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിയറസ്റ്റ് മുസ്ലിം കൺട്രിയുടെ മസാല അവരുടെ ടൈമിംഗ് ആണ് നോക്കേണ്ടത് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അങ്ങനെ പറയാറുണ്ട്. സത്യത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ മസാല എന്താണ്? സത്യത്തിൽ നിങ്ങളെ കൊണ്ട് നോമ്പെടുക്കാൻ കഴിയുമോ? നിങ്ങളെടുത്തോളൂ. നിങ്ങൾക്ക് ആ 19-20 മണിക്കൂർ നോമ്പെടുക്കാൻ പറ്റൂലേ? നിങ്ങൾ എന്ത് ചെയ്യുക? റമദാൻ കഴിഞ്ഞിട്ട് ഖളാ വീട്ടിക്കോളൂ. കഴിയുമെങ്കിൽ എടുക്കണം. അങ്ങനെയാണ്. കഴിയാത്തത് അല്ലാഹു തആല പറയില്ല. പക്ഷേ ഈ 19 മണിക്കൂറൊക്കെ നോമ്പെടുക്കുമ്പോൾ ഒരു പ്രയാസം തോന്നുന്നില്ല. അതാണ് രസം. നമുക്കൊരു ക്ഷീണം തോന്നുന്നില്ല. സാധാരണ പോലെ തന്നെ ആളുകൾ സ്വാഭാവികമായി വിശ്രമം എടുക്കുന്നുണ്ട്, മതി. പക്ഷേ രാത്രി വളരെ കുറവാണ്. മഗ്രിബാകുന്നു, 1/2 മണിക്കൂർ കൊണ്ട് ഇഷയാകുന്നു, ഇഷ കഴിഞ്ഞ് 2 മണിക്കൂർ കൊണ്ട് അത്താഴാകുന്നു. ഇത്രയാ സമയം. അപ്പോൾ സാധിക്കുമെങ്കിൽ നോമ്പെടുക്കുക. പറ്റൂലേ, വിൻ്റർ വരുന്നുണ്ട്, ഷോർട്ടായിരിക്കും ടൈം, അപ്പോൾ ഖളാ വീട്ടിക്കോ. എടുക്കാൻ പറ്റുന്നവരെടുക്കണം. എന്നല്ലാതെ സൂര്യൻ ആകാശത്ത് ഉയർന്നു നിൽക്കുക, മക്കയിലിപ്പോൾ സൺസെറ്റ് ആയല്ലോ പടച്ചോൻ എന്നാ തന്നേക്കാം, അത് ചെയ്യരുത്. അങ്ങനെയല്ല. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ എടുത്താൽ മതിയല്ലോ. അല്ലാഹ് അങ്ങനെയല്ലേ പറഞ്ഞത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. പറ്റുന്ന എടുക്കുക. പറ്റൂലേ, ഖളാ വീട്ടിക്കോ, അത്രേ വേണ്ടൂ. എന്നല്ല നമ്മൾ ആ മസലകളൊന്നും പ്രായോഗികമായി സ്വീകരിച്ചുകൂടാ എന്നാണ് ആ വിഷയത്തിൽ സൂക്ഷ്മതയുള്ള ആലിമീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും
നമ്മുടെ നോമ്പൊന്നും അത്ര വലിയ പ്രയാസമുള്ള നോമ്പല്ല എന്ന് പറയാനാണ് ഞാൻ ഈ ഹദീസ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവും അത്രയും ചൂടുള്ള കാലത്ത് നോമ്പെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പുറത്ത് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾ, വർക്കേഴ്സ് ഉണ്ടാവില്ലേ, നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവരെ, ഒറ്റടിക്ക് രാവിലെ തന്നെ ഇഡലിയും സാമ്പാറും കഴിച്ചിട്ട് എന്ത് ചെയ്യണ്ട, ജോലിക്ക് പോകണ്ട, പോയി നോക്കുക, പറ്റണില്ല, പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, നീ മുറിച്ചോ, പിന്നെ കഥ കൂട്ടിക്കോ എന്നല്ലാതെ ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞതല്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, നോമ്പെടുക്കാതെ പോയി കൂടാ. നമ്മൾ മനസ്സിലാക്കണം, നോമ്പെടുത്തിട്ട് പോ. റമദാനിൻ്റെ സമയത്ത് നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. സ്ത്രീകൾ അവരുടെ മന്ത്ലി പീരീഡിലാണ്, അല്ലെങ്കിൽ നിഫാസിൻ്റെ അവസ്ഥയിലാണ്, അവർക്ക് നോമ്പെടുക്കാൻ പറ്റൂല. എന്നാലും നോമ്പുകാരെ പോലെ നിൽക്കണം എന്നാണ്. പരസ്യമായിട്ട് ഭക്ഷണം വെള്ളം കുടിക്കാൻ പാടില്ല, സ്വകാര്യമായിട്ട് ചെയ്യണം, നോമ്പുകാരെ പരിഗണിക്കണം എന്നാണ്. അതുകൊണ്ട് ജോലിക്കാരൊന്നും എക്സ്ക്യൂസ് പറയരുത്, ഞങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ പടച്ചോനെ, ഞങ്ങളെ കൊണ്ടാവില്ലല്ലോ. ആവില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം മുറിച്ചോ, അതുവരെ നീ നോമ്പെടുത്തേക്കണം. ആ മുറിക്കുന്ന എന്ത് ചെയ്യണം, പിന്നെ ഖദാ വീട്ടിയേക്കണം. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖറ. അള്ളാഹു എളുപ്പാക്കി തരട്ടെ, ആമീൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് 3 വിഷയം ആലോചിക്കുമ്പോഴാണ് ദുനിയാവെന്ന് മരിച്ചു പോകാൻ സങ്കടം. ഒന്ന് ളമഉൽ ഹവാജിരി, നല്ല ചൂടുള്ള കാലത്ത് സുന്നത്ത് നോമ്പെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വിശന്നിട്ട് ദാഹിച്ചിട്ട് എരിപരി കൊണ്ട് തൊണ്ട വറ്റുന്ന ആ ഒരു രസം, അത് മരിച്ചുപോയാൽ കിട്ടൂലല്ലോ. അത് പറഞ്ഞ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ. ഏത് മദ്രസയിലാണ് പഠിച്ചത്? ഉമർ തങ്ങളുടെ മദ്രസയിലാണ്. അതിൻ്റെ മെച്ചമാണത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പൊന്നുമോൻ, എനിക്ക് നട്ടുച്ച നേരത്തെ അതിശക്തമായ ചൂടുള്ള കാലത്ത് ഒന്ന് ദാഹിച്ച് നോമ്പെടുക്കാൻ ആഗ്രഹമുണ്ട്. ഖബറിൽ കിടക്കുമ്പോൾ അതൊന്നും കിട്ടൂലല്ലോ, അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോവാൻ ഇച്ചിരി സങ്കടം തോന്നുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞു വമുഖാബദത്തുൽ ലൈലി, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാനും. ഖബറിൽ കിടക്കുമ്പോൾ ഒന്നും നടക്കൂലല്ലോ. മുഖാബദത്തുൽ ലൈൽ, രാത്രി എല്ലാവരും ഉറങ്ങുമെന്നോ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക, ഇതൊന്നും സാധ്യമാകുന്നില്ലല്ലോ. രാത്രിയിലെ നിസ്കാരവും തഹജ്ജുദും കിട്ടൂലല്ലോ എന്ന പേടി എനിക്കുണ്ട്. പിന്നെ ഒരു കാര്യം മഹാനവറുകൾ പറഞ്ഞു, വലം ഉഖാതിലിൽ ഫിഅത്തൽ ബാഗിയ അല്ലതി നസലത് ബിനാ, നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വന്ന ആ ഒരു തിന്മയുടെ ശക്തികളുമായി യുദ്ധം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനെ സംബന്ധിച്ച് ഉലമാ പറയുന്നു, ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഏറ്റവും വലിയ അക്രമിയായ ഒരു ഭരണാധികാരിയുടെ അക്രമങ്ങളുണ്ടായപ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്യാൻ സ്വഹാബികളിൽ അന്ന് ബാക്കിയുള്ള സ്വഹാബികളും താബികളും തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ ഒരു യുദ്ധത്തിൽ എനിക്ക് കൂടാൻ പറ്റിയില്ല, ആ യുദ്ധം നടന്നിട്ടില്ല. ആ ഒരു യുദ്ധത്തിൽ എനിക്ക് ഇതുവരെ ചേരാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു തിന്മയുടെ ശക്തിയോട് പടപൊരുതാനുള്ളൊരു അവസരം എനിക്ക് ലഭിക്കില്ലല്ലോ. ഇത് 3 ആലോചിക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് പോകാൻ സങ്കടമാകുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈ ആയത്തിന് റമദാൻ മാസം ആകുമ്പോൾ എല്ലാ വേദലും കേൾക്കാൻ പോകുന്ന ആയത്താണ് അല്ലേ. കേട്ട് ബോറടിക്കരുത്, അള്ളാൻ്റെ കലാമാണ്, അത് പഠിച്ചു വെക്കുക. അതിൻ്റെ അപ്പുറപ്പുറമുള്ള ആയത്തും കൂടി പഠിക്കുക. എന്നാൽ ഈ ആയത്ത് എനിക്ക് അറിയാലോ എന്ന് വിചാരിച്ച് അപ്പത്തിന് എഴുന്നേറ്റ് പോകണ്ട. അള്ളാഹ് ഉസ്താദ് റമദാനെ പറ്റിയാൽ വരുന്നത്, ഇപ്പോൾ ഞാൻ കേട്ടത് തന്നെയാണല്ലോ, എത്ര റമദാൻ കഴിഞ്ഞു, എഴുന്നേറ്റ് പോകരുത്. അതൊക്കെ ഒരു പുണ്യമാണ്. ശുദ്ധ കലാമ് കേട്ട തന്നെ പിന്നെയും കേട്ടാൽ അതിൻ്റെ മധുരം കൂടുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പെടുക്കൽ നിർബന്ധമാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളും നോമ്പെടുത്തിട്ടുണ്ട്. ലഅല്ലക്കും, എന്തിനാ നോമ്പെടുക്കുന്നത്? ലഅല്ലക്കും എന്താണ്? തത്തഖൂൻ. നമ്മൾ പറയാറുണ്ട്, പാവപ്പെട്ടവൻ്റെ വിശപ്പും ദാഹവും കഷ്ടപ്പാടും അറിയാൻ, അതിനല്ല നോമ്പ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? ഇതുവരെ BPL ബിലോ പോവർട്ടി ലെവലിൽ താഴെല്ലോലൊന്നും നോമ്പെടുക്കണ്ട, നിങ്ങൾക്ക് ഏതായാലും ഈ ടേസ്റ്റ് അറിയാലോ, മുതലാളിമാരും തടിലോലൊക്കെ എടുത്താൽ മതി എന്നുള്ള പറയും. അത് പറഞ്ഞിട്ടില്ല, എല്ലാവരും നോമ്പെടുക്കണം. കാരണം ലഅല്ലക്കും തത്തഖൂൻ, പാവപ്പെട്ടവനും കഷ്ടപ്പെടുന്നവനും ദാഹിച്ചവനും വിശന്നവനും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായി ജീവിക്കണം. അതിനാണ് നോമ്പെടുക്കാൻ പറഞ്ഞത്. അതതിൻ്റെ ലക്ഷ്യം. പക്ഷെ നമ്മൾ സാധാരണ പറയുമ്പോൾ അങ്ങനെ അമുസ്ലിമീങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയും അതൊരു സെക്കൻഡറി ഒബ്ജക്റ്റീവാണ്, പ്രൈമറി ലക്ഷ്യം അതല്ല. അള്ളാഹിനെ ഭയം, തഖ്വ ഉണ്ടാകും. ടു അറ്റൈൻ തഖ്വ അല്ലെങ്കിൽ സെൽഫ് റെസ്ട്രെയിൻറ്റ്, നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യാനുള്ള ശീലം. ഒരു ഗ്ലാസ് വെള്ളം നിൽക്കുകയാണ്, നോമ്പല്ലെങ്കിൽ ആ വെള്ളം ഹലാലാണ്. നോമ്പല്ലെങ്കിൽ വെള്ളം, പച്ചവെള്ളം ഹലാലല്ലേ? ആണ്. നോമ്പുള്ള സമയത്ത് ഞാൻ അതിനെ ഹറാമ് പോലെ കാണുന്നത്. കാരണം നോമ്പുകാരനായി ഞാൻ വെള്ളം കുടിച്ചാൽ എൻ്റെ നോമ്പ് ബാത്തിലാവും, എനിക്ക് വെള്ളം കുടിക്കൽ ഹറാമാണ്. ഏത് ഹലാലായിരുന്നത് നോമ്പിൽ എനിക്ക് ഹറാമാണ്. എന്നാൽ പിന്നെ നോമ്പല്ലെങ്കിൽ കള്ള് എങ്ങനെ കുടിക്കുക മനുഷ്യൻ? ഹലാല് തന്നെ ഹറാമ് പോലെ കാണാൻ നോമ്പുകാരന് കഴിയും. എന്നാൽ പിന്നെ ഹറാമായിട്ട് കണ്ടാൽ പോരെ? എന്തായാലും പ്രശ്നം
അപ്പം നോമ്പ് കഴിഞ്ഞാൽ പിന്നെ കള്ളുടി ഉണ്ടാവരുത്. റമദാനിലൊക്കെ നമ്മൾ ഭയങ്കര ഖുർആനും ഓത്തും ദിക്റും തഹജ്ജുദും ഖിയാമുൽ കരച്ചിലും പിടിക്കലും ഒക്കെയാണ്. പെരുന്നാളിന് നമ്മൾ ഉഷാറായിട്ട് ഗാനമേള നടത്തി, അതെല്ലാം നശിപ്പിച്ചു. വല്ല കാര്യമുണ്ടോ? ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് അള്ളാനെ കളിയാക്കുന്ന ഏർപ്പാടാണ്. എങ്ങനെ പടച്ചോൻ റിസൈൻ ചെയ്ത് പോയ പോലെ റമദാൻ കഴിഞ്ഞ് പഠിച്ചു ഞാൻ അടുത്ത റമദാനിലേ വരുള്ളൂ, നമുക്ക് എന്തും കാണിക്കാൻ. അങ്ങനെയല്ല, റമദാൻ കഴിഞ്ഞാലും അത് തുടരുമ്പോഴാണ് ഈ റമദാനിൻ്റെ ഉപകാരം ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ എന്താ അള്ളാനെ കളിയാക്കല്ലേ? അത് അങ്ങനെ ചെയ്യരുത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് റമദാനിലും അല്ലാത്തപ്പോഴും ചെയ്തുകൂടാ. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്? വല്ല പാട്ടോ ഗാനമേളൊക്കെ തുടങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നല്ല ഈണത്തിലും രാഗത്തിലും ഇസ്ലാമികമായ അള്ളാഹുവിന് ഇഷ്ടമുള്ള പാട്ടുകൾ പാടുന്ന നല്ല ഗായകന്മാർ നമുക്ക് കിട്ടും. അന്യ പെണ്ണുങ്ങളെ കൊണ്ടുവരണ്ട. മ്യൂസിക്കും അതുപോലെയുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ പ്ലേ ചെയ്യരുത്. അതൊന്നുമില്ല. നല്ല വോക്കൽ മനോഹരമായിട്ട് തന്നെ നമുക്ക് മ്യൂസിക് ഇല്ലാതെ തന്നെ നല്ല പാട്ട് പാടാൻ പറ്റും അല്ലേ? എൻ്റെ സുഹൃത്ത് അനസിൻ്റെ ആലപ്പുഴ എന്തൊരു മനോഹരമായ പാട്ടാണ് പാടിയത്. നമ്മുടെ സമസ്ത സമ്മേളനത്തിൻ്റെ സമയത്ത് ഒന്നൊരിക്കൽ ഒരു വാത് പറയാൻ, എന്ത് രസമുള്ള പാട്ട്, ഒരു മ്യൂസിക് ഇല്ല, എന്ത് ഭംഗിയാണ്. നമുക്കങ്ങനെ നോക്കാം. എല്ലാവരും മ്യൂസിക് എടുക്കണില്ലേ? നമ്മളത് ഇല്ലാതെ നോക്കി നോക്കുക. ഒരു വെറൈറ്റി എപ്പോഴും നല്ലതല്ലേ? നമുക്ക് അങ്ങനെ നല്ല വെറൈറ്റി ആയിക്കോട്ടെ. അപ്പം അങ്ങനെ ഗാനമേളങ്ങൾ വെച്ചോളൂ. എങ്ങനെ? മ്യൂസിക് ഇല്ല, അന്യ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരുന്നും ചെയ്യരുത്. അന്യ പെണ്ണുങ്ങളെ കൊണ്ടുവരരുത്, മ്യൂസിക് പ്ലേ ചെയ്യരുത്. നല്ല പാട്ടുകൾ, നല്ല പാടാൻ പറ്റുന്ന കുട്ടികളെയോ വലിയവരെയൊക്കെ മുതിർന്നവരെയൊക്കെ കൊണ്ടുവന്നിട്ട് പാടിക്കോളൂ. മ്യൂസിക്കില്ല, ഒരു അനാവശ്യങ്ങളും ഇല്ല, നല്ല റാഹത്താണ്. കാരണം പെരുന്നാളിൻ്റെ അന്ന് പാടാം. പെരുന്നാളിൻ്റെ അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഹബീബായ നബി തങ്ങളുടെ വീട്ടിൽ ചില കുട്ടികൾ ഇങ്ങനെ പാട്ട് പാടുകയാണ്. സിദ്ദീഖ് എന്നൊരു പാട്ട് പാടിയ നബി തങ്ങളുടെ വീട്ടിലോ എന്ന് പറഞ്ഞ് സിദ്ദീഖ് എന്നവരെ ആട്ടി വിട്ടു എന്നാ നബി തങ്ങൾ പറഞ്ഞു. സിദ്ദീഖ് ഇന്നമാഹു അയ്യാമു ഈദിൻ, നമ്മുടെ പെരുന്നാളല്ലേ, ഒരു പാടിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതാവണം. അത്തരം ഹലാലായ രീതിയിലേക്ക് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക. ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ കൊടുക്കണം എന്നാണ്. കള്ളു കുടിക്കേണ്ടെന്ന് പറഞ്ഞാൽ ജ്യൂസ് കുടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കണം എന്നല്ല. ഞാൻ ഇപ്പം എന്താ കുടിക്കുക എന്ന് പറയും പിന്നെ. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഓപ്ഷൻ. ഹലാൽ എപ്പോഴും ഓപ്ഷൻ ഉണ്ട്, അതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വഴിയിലേക്ക് നമ്മൾ സജീവമായി ചിന്തിക്കണം. ഇൻഷാ അല്ലാഹ് അത്തരം ഹറാമുകളൊന്നും ഇനിയൊന്നും ആവർത്തിക്കരുത്. ദയവ് ചെയ്തിട്ട് ഇനി ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെയും പറയും. എന്ത് ചെയ്യുക? നിർത്താൻ പോകണില്ല. ഇസ്ലാമിക് സെൻ്റർ ആകുമ്പോൾ ഇസ്ലാമിക കാര്യങ്ങൾ നടത്താനുള്ള സ്ഥലമാണ്. നമ്മളിവിടെ റിസൈൻ ചെയ്ത് പോയിട്ട് കാര്യമില്ലെങ്കിൽ പിന്നെ മനസ്സിലാവുന്നത് നമ്മൾ ഇവിടെ നിൽക്കേണ്ട ആളുകളാണ്. ഇത് ഇസ്ലാമിക് സെൻ്റർ ആകുമ്പോൾ ഇസ്ലാമികമായ നന്മയാണ് ഇവിടെ നടക്കേണ്ടത്, മറ്റുള്ളതാണ് ഇവിടെ നിന്ന് പോവേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റവും ബദ്ധശ്രദ്ധരായിട്ട്, അതിലൊന്നൊരു ഈഗോ ഒന്നും തോന്നരുത്, ഒരു വെറുപ്പും തോന്നരുത്. പിന്നെ വെറുപ്പ് തോന്നിയതുകൊണ്ട് എന്തില്ല, ഞാനതെന്തും കണക്കാക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? അങ്ങനെ ഒരു ശത്രുതയൊന്നും തോന്നരുത്. നമ്മൾ പറഞ്ഞു തരാൻ കടപ്പെട്ട ആളുകളാണ്. പറഞ്ഞു തരൽ നമ്മുടെ ബാധ്യതയാണ്. പറഞ്ഞു തരാൻ അല്ലാഹ് ഉസ്താദ് ഖാനെ വരെ മുണ്ടിട്ടല്ലോ, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ വിചാരിക്കരുത്. കുഴപ്പമുള്ള സംഗതി നമ്മൾ കുഴപ്പമാണെന്ന് പറയും. അതെന്ത് ചെയ്യണം? സ്വീകരിക്കുക നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മൾ റിലീഫ് നടത്തി വല്ല കാര്യമുണ്ടോ? അല്ലാഹ് സ്വീകരിക്കൂല. ആ ടിക്കറ്റൊക്കെ സെയിൽ ചെയ്ത് നമ്മളൊരു കുട്ടിൻ്റെ കല്യാണം കഴിച്ചെടുത്ത നാട്ടിൽ ഒരു മണ്ണാങ്കട്ടിയും കിട്ടൂല. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അത്തരം തിന്മകളിലൂടെ നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് റമദാനിൽ കിട്ടുന്ന നന്മ അള്ളാഹുവിൻ്റെ സാന്നിധ്യം അറിയലാണ്, തഖ്വയാണ്. ആ തഖ്വ നമുക്കതിൻ്റെ ശേഷവും കൊണ്ടുപോകണം. അപ്പോഴാണ് നമ്മുടെ നോമ്പായ്മ. അതാണ് ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇത് തന്നിട്ടുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 10 കൊല്ലമെടുത്ത് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. മുഴുവനായിട്ട് ഇറങ്ങാൻ 10 കൊല്ലെടുത്തു എന്ന വിശുദ്ധമായ സൂറത്തുൽ ബഖറ. ആ വിശുദ്ധ സൂറത്തിൻ്റെ ഏകദേശ മധ്യഭാഗത്താണ് ഈ ആയത്ത് കടന്നു വരുന്നത്. അല്ലാഹു തആല തഖ്വ നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കണ്ണുകളെ കൊണ്ട് ഹറാമിലേക്ക് നോക്കാതെ നമുക്ക് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നോമ്പുകാരനാണ്, പക്ഷേ അനാവശ്യമായ വീഡിയോ, വളരെ 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 എന്താ പറയുക, ഇംപ്യൂർ, അശുദ്ധമായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് നോമ്പെടുത്തിട്ടില്ല, നോമ്പ് കൊണ്ട് കാര്യമില്ല. ഇപ്പം റമദാൻ വരുമ്പോൾ പല വിവാദങ്ങളും വരും. മനുഷ്യന്മാർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മിണ്ടാണ്ടിരിക്കുക. ഫോർവേഡും ചെയ്യണ്ട, ഡിലീറ്റ്, നിങ്ങൾ അതിൻ്റെ പിന്നാലെ കൂടും വേണ്ട, കമൻറ്റും ചെയ്യാൻ നിൽക്കണ്ട. റമദാനിൽ ആ സമയമൊക്കെ വിലപ്പെട്ട, അത് ഇബിലീസ് എന്തെങ്കിലും, ഇവരും കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു, അതിൻ്റെ 9 കൊല്ലം ഉണ്ടാവും, ഈ കൊല്ലം ഉണ്ടാവും. കുറച്ച് ആൾക്കാർക്ക് ഇതാണ് പണി. അതെന്ത് ചെയ്യുക? നമ്മൾ കണ്ടറിയുക. എങ്ങനെ? അതിനൊന്നും പോണില്ല, മിണ്ടാണ്ടിരിക്കുക. എടാ ഈ അറിഞ്ഞോ മറ്റേ ഒന്ന് പറയാൻ നിൽക്കണ്ട, ഈ അറിഞ്ഞത് മറന്നേക്ക്. ആരോടും പറയും വേണ്ട, ഫോർവേഡ് ചെയ്യും വേണ്ട. നമ്മുടെ നാവ് നമുക്ക് നോമ്പെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ നോമ്പ് ശരിയാവില്ല. നമ്മുടെ മനസ്സുകൊണ്ട് നോമ്പെടുക്കണം. എങ്ങനെ? കൽബിനുള്ളിൽ കിടക്കുന്ന അസൂയയും പകയും വിദ്വേഷവും പകപോക്കലും ഇതൊക്കെ കൽബിന്ന് എടുത്തു മാറ്റിയാലേ നമ്മുടെ നോമ്പാകുന്നുള്ളൂ. അതൊക്കെ നമ്മൾ വെറും പട്ടിണി കിടന്നുകൊണ്ട് നോമ്പാവില്ല. കാതുകൊണ്ടും കൈകൊണ്ടും നമുക്ക് നോമ്പെടുക്കാൻ കഴിയണം. നമ്മൾ അനാവശ്യമായത് കേട്ടുകൊണ്ട് നമ്മൾ നോമ്പെടുത്തൊരു കാര്യമില്ല. റമദാനിൽ
അങ്ങനെ പട്ടിണിയുടെ നടക്കുകയാണ്, പക്ഷേ ഹെഡ്സെറ്റിലൂടെ വെസ്റ്റേൺ മ്യൂസിക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മ്യൂസിക്കുകൾ അതും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ നോമ്പാണ്. അപ്പോഴാണ് നമ്മൾ പറയാ ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. അതല്ല നമ്മൾ പറയേണ്ടത്. നോമ്പുറക്കും പറയുന്ന ദിക്ർ എന്താണ്? ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദഹബൽ ളമഉ, ഒരിറ്റ് വെള്ളം കുടിക്കുമ്പോൾ പറയണം, റബ്ബേ എൻ്റെ ദാഹമൊക്കെ മാറി പടച്ചോനെ, അൽഹംദുലില്ലാ. എന്തൊരു ദാഹമായിരുന്നു. ദാഹമൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് തോന്നും കുറേ വേണമെന്ന്. അപ്പോഴാണ് ഒരു പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ ഒരു കോക്ടെയിലും കിടന്നോട്ടെ, പിന്നെ ലൈമ എല്ലാവർക്കും ഇഷ്ടം, പിന്നെ ചായ, ചിലർക്ക് കാപ്പിയായിരിക്കും, ഒരു സുലൈമാനെ, ഇതൊക്കെ ടേബിളിൽ വെച്ച് തരത്തുക. പിന്നെ നമ്മുടെ ചില ജില്ലക്കാരെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചിലവ് കൂടെ തന്നെയാണ്. അപ്പോൾ എല്ലായിടത്തും എത്തിക്കണേ. ഇപ്പോൾ നമ്മൾ കണ്ണൂർക്കാരെ കുറ്റം പറയില്ല, ഒരു നല്ല സൽക്കാരപ്രിയരായ നല്ല മനുഷ്യന്മാരാണ്. പക്ഷേ എന്ത് ചെയ്യാണ്, അത് കോപ്പി അടിച്ചിട്ട് ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ആവുകയാണ്. ഇതൊക്കെ ദഹിക്കും വേണ്ടേ? അപ്പോൾ പെണ്ണുങ്ങൾ ഇടങ്ങേറായിട്ട് റമദാനിൽ തന്നെ ഒരു ഒഴിവ് കൊടുക്കണം ദയവ് ചെയ്തിട്ട്. ഒരു നോമ്പ് തുറ കഴിഞ്ഞിട്ട് ഇത് തീർന്നെന്ന് വിചാരിക്കുക. അപ്പോഴാണ് പിന്നെ പത്തിരിയും പത്തലും കറിയൊക്കെ പിന്നാലെ വരാൻ പോകുന്നത്. റഹ്മാനായ റബ്ബി ആദ്യം തന്നെ ധാരാളമായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു മുത്തായുണ്ട്, പിന്നൊരു കഞ്ഞിണ്ടല്ലോ, എന്തൊരു മഞ്ഞളൊക്കെ ഇട്ടിട്ടില്ലേ. എന്തിന്? ആ ക്ഷീണല്ലേ, ഉച്ചയ്ക്ക് ചോറയ്ക്കാത്തതാ വിഷയം. അതിന് പകരമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രക്കൊന്നും വേണ്ട, പെണ്ണുങ്ങളൊക്കെ ഒന്ന് വിവാഹത്തെടുത്തോട്ടെ. ഈ റമദാൻ അങ്ങനെ ആയിക്കോട്ടെ, നമുക്കൊരു മാറ്റം വരുത്തുക. കുക്കറി ഷോ ഒക്കെ ഇനി റമദാനിൽ വരാൻ പോവുക. റമദാൻ സ്പെഷ്യൽ ഫുഡ്. റമദാൻ ഫുഡ് ഒഴിവാക്കണം പറഞ്ഞ മാസമാണ്. അപ്പോൾ സ്പെഷ്യൽ ഫുഡ് ഉണ്ടായിക്കോളിയെന്ന്. അപ്പോൾ നേരെ ഓപ്പോസിറ്റിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ തിരിച്ചറിയാം. അങ്ങനെയൊക്കെ ആകുമ്പോഴേ നമ്മളതിൻ്റെ മീനിങ് കിട്ടുള്ളൂ. റമദാൻ്റെ മീനിങ് കിട്ടുക, അതിൻ്റെ അർത്ഥം കിട്ടണമെങ്കിൽ അത് വേണം. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ പറയാണ് ദഹബൽ ളമഉ, ദാഹം മാറി പടച്ചോനെ, വബ്തല്ലത്തിൽ ഉറൂഖു, എൻ്റെ നരമ്പുകളൊക്കെ നനഞ്ഞിരിക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നരമ്പെന്നാകെ നനയൂല. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ശുക്രാണത്. റബ്ബേ നരമ്പ് നനഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നരമ്പെന്നാകെ നനയുന്നുണ്ടോ? ഇല്ല. ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വിലയാണത്. ഒരു ഗ്ലാസ് വെള്ളം അള്ളാഹു തന്ന പാനീയത്തിൻ്റെ വിലയാണ്, അതിൻ്റെ നിഅമത്തിൻ്റെ ശുക്രാണത്. വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ നോമ്പിന് അള്ളാഹു കൂലി തരും, അത് ഉറപ്പാണല്ലോ. ഇത് ബാങ്ക് കൊടുക്കുന്ന നേരത്തെ നമ്മൾ നോമ്പ് തുറന്നിട്ട് പറയാണ്. പകലും മുഴുവൻ സിനിമയും സീരിയലും കണ്ടിരുന്നിട്ട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇന്ന് കണ്ട സിനിമക്കും സീരിയലിനൊക്കെ ഇനി കൂലി അത് കിട്ടൂല, ശിക്ഷയായിരിക്കും. അപ്പം നമ്മൾ ആ വാക്ക് പറയണതിന് നമ്മുടെ കർമ്മം അതിന് സാക്ഷിയാവണം. ഈ ഹദീസിൻ്റെ ഈ ദുആന്റെ അർത്ഥം വലിയ അത്ഭുതമാണ്. അള്ളാഹു കൂലി തരുന്നു എന്ന് ഉറപ്പാണ്. ഇൻഷാ സബതൽ അജ്റു, ദി റിവാർഡ് ഹാസ് ബീൻ കൺഫേംഡ്. അള്ളാഹു കൂലി തരിക എന്നുള്ള വിഷയം ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് കൂലി കിട്ടും. അങ്ങനെ കൂലി കിട്ടുമെന്ന് ധൈര്യമായി പറയണമെങ്കിൽ എന്ത് ചെയ്യണം? നോമ്പ് തുറക്കണവരെയുള്ള നമ്മുടെ കർമ്മങ്ങളൊന്നിങ്ങനെ നോക്കണം. അപ്പോഴേ നമുക്ക് ഈ വാക്ക് പറയാൻ ശരിക്കും ധൈര്യം വരുള്ളൂ. അപ്പോഴേ ആ വാക്കിന് അർത്ഥവുമുള്ളൂ. അള്ളാഹു നമ്മുടെ നോമ്പാക്കി തരട്ടെ. ആ ദിക്റൊന്ന് പറഞ്ഞു നോക്കി. ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. പിന്നെ വേറെ ദിക്റുണ്ട്. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അങ്ങനെയുണ്ട്. വേറെയുണ്ട്. അല്ലാഹുമ്മ ലക സുംതു വബിക ആമൻതു വഅലാ റിസ്ഖിക അഫ്തർതു. അങ്ങനെയുണ്ട്. വേറെ റിവായത്തുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാം. ഏതായിരുന്നാലും അല്ലാഹു തആല എല്ലാ അവയവങ്ങളെ കൊണ്ട് നമുക്ക് നോമ്പെടുക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ റമദാനിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരുപാട് തവണ ഖുർആൻ നമുക്ക് ഖതം തീർക്കണം. 3 ദിവസം കൊണ്ട് ഖതം തീർക്കുന്ന ചില പദ്ധതികളൊക്കെ ഉണ്ട്. എല്ലാ നിസ്കാരത്തിൻ്റെയും വാങ്ക് കൊടുത്തു ഇഖാമത്തിനിടയിൽ ഒരു 20-25 മിനിറ്റ് സമയം ഉണ്ടാവും. ഏകദേശം ഒരു ജുസ് ഓതാനുള്ള സമയമുണ്ട്. അപ്പോൾ വാങ്ക് ഇഖാമത്തിൻ്റെ ഇടയിൽ വാങ്കോടുകൂടെ നമ്മൾ പള്ളിയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുന്നു, നമ്മുടെ ഐപാഡ് ഏതൊക്കെ ഖുർആനൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, ഓത്ത് തുടങ്ങുന്നു. നിസ്കാരമാകുമ്പോഴേക്കും ഒരു ജുസ് തീർന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഒരു ജുസ്, സമയം കിട്ടുകയാണെങ്കിൽ അടിവരെയാണ്. ജോലി ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യരുത്? ജോലി സമയത്ത് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് മുതലാളി അതിന് നമ്മുടെ പണി തീർന്നിരിക്കുകയാണ്, വേറെ പണിയൊന്നും ഇല്ലെങ്കിലൊക്കെ. അവിടെ ആളുകൾ ചില കമ്പനികളിൽ പ്രയർ റൂം എടുത്തു മാറ്റാറുണ്ട്. അത് മീറ്റിംഗ് റൂമാക്കി മാറ്റും. എന്തേന്നറിയോ? നിസ്കാരത്തിൻ്റെ ബ്രേക്കാന്ന് പറഞ്ഞാൽ ളുഹറിന് 1 മണിക്കൂർ വേണ്ട തിരിച്ചു വരിക. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, നമ്മുടെ എംപ്ലോയറോട് നമുക്ക് കടപ്പാടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യരുത്? സമയമുണ്ടോ, അനുവദിക്കപ്പെട്ടതാണോ, നിങ്ങളുടെ ഉത്തരവാദിത്തമൊക്കെ തീർന്നിട്ടുണ്ടോ, നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുക. ഒരു ജുസ് 20-25 മിനിറ്റ് കൊണ്ട് ഒരു ജുസ് തീർക്കും. ഓരോ നിസ്കാരത്തിൻ്റെ കൂടെയും 2 ജുസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ
ഇൻഷാ അല്ലാഹ് ഒരു ദിവസം കൊണ്ട് 10 ജുസ് ആയി, 2 ദിവസം കൊണ്ട് 20 3 കൊണ്ട് 30 ആലിൽ ഹിമ്മ, നല്ല മനക്കരുത്തുള്ളവർ ഇത് സ്വീകരിക്കുക. എനിക്ക് റമളാനിൽ ആകെ ഒരു ഖത്തം തീർന്നിട്ടേ തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും ഉണ്ടാവുക. അതിനാണ് നമ്മൾ ഈ ഒരു 3 ദിവസം കൊണ്ട് ഒരു ഖത്തം എന്ന് പറയണത്. എന്നാലേ ഒരു 10 ദിവസം കൊണ്ടെങ്കിലും ഒന്നും ആവുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ ശരിക്കൊന്ന് ആഞ്ഞു പിടിക്കുക. അങ്ങനെ പിടിച്ചില്ലെങ്കിൽ റമളാനെ മൈൻഡ് ചെയ്തില്ല എന്നാ വരിക. ഇന്നലി റബ്ബിക്കും ഫി അയ്യാമി ദഹരിക്കും ലനഫഹാത്തിൻ അലാ ഫതഅറദൂ ലഹാ. അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചില സമയങ്ങളിൽ നിങ്ങൾ അതിലേക്ക് നിന്നൊടുക്കണം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ സമയങ്ങൾ അള്ളാഹു തരും. റമളാനും ശവ്വാലും അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിലെ വിശുദ്ധ റബീഉൽ അവ്വൽ, മുഹറമായ മാസങ്ങൾ ശഅബാൻ, റജബ്, ഇതൊക്കെ വരുമ്പോഴേ ഒരു പ്രത്യേകത കാണിക്കണം. റമളാൻ ലാ യകുൻ സൗമു അഹദിക്കും കയൗമി ഫിത്രിക്കും, നിങ്ങൾ നോമ്പില്ലാത്ത ദിവസവും നോമ്പെടുക്കുന്ന ദിവസവും ഒരുപോലെയാവരുത്, വ്യത്യാസം വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആഞ്ഞു പിടിക്കുകയാണ്. ഒന്നിലേറെ ഖത്തമുകൾ നമുക്ക് തീർക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ സിസർ പോലെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അടിയന്തരമായിട്ട് ഒഴിവാക്കണം. കാരണം ഒരു ദുശ്ശീലമാണ്. ഹറാമോ ഹലാലോ ഒന്നും ഡിബേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം 2 നിലക്കും അതിന് ചിന്തകൾ വരും. പക്ഷേ മിനിമം അത് കറാഹത്ത് തന്നെയാണ്. കാരണം ഒരു ദുശ്ശീലമാണ്. അതുകൊണ്ടല്ലേ സിസർ വലിക്കുന്നവർ ഏതെങ്കിലും വല്ല പണ്ഡിതന്മാരോ സ്വന്തം ജ്യേഷ്ഠനോ വാപ്പയോ വരുമ്പോഴേക്കും ബാക്കിലിട്ട് പിടിക്കണത്. അങ്ങനെ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റുമത്. അതിൻ്റെ അർത്ഥം അത് എന്തൊരു മോശമാണെന്ന്. മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല, കൂളായിട്ട് വലിച്ച് ഊതി വിട്ടിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരു മോശം തന്നെയാണെന്നായിട്ടുണ്ട്. ഉസ്താദ്മാരൊക്കെ മുമ്പ് വലിച്ചിട്ടില്ലേ. അങ്ങനെ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു ശീലം വന്നിട്ടുണ്ടാവും. അത് അത്ര ഒരു ഗൗരവമുള്ള വിഷയം തോന്നുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ ശീലിച്ചു പോകുന്നിട്ടുണ്ടാവും. പക്ഷെ ഒരാൾ ചെയ്യുന്നത് കൊണ്ട് അത് ഹലാലാന്ന് നമുക്ക് പറയാൻ പാടില്ല. അതാണ് ചിലർ അങ്ങനെ പറയും. അങ്ങനെ ഇപ്പം അങ്ങനെയാണ് മറ്റേ ആ ഒരു വലിയ മഹാൻ അങ്ങനെ അന്ന് സിസർ വലിച്ചില്ലേ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരും പഠിച്ചോണ്ട് തമ്മിലുള്ള വിഷയമാണ്. ഒരു വിഷയം ഷറഇൻ്റെ മാപ്പിനിയിലാണ് നമുക്ക് നോക്കാൻ പറ്റുക. ഷറഇൻ്റെ ഒരു മെയ്യാറുണ്ടാവും. അപ്പോൾ 30 ദിവസം നമുക്ക് സമയം കിട്ടുകയാണ്. അതുകൊണ്ട് ഈ ഒരു റമദാനിലൂടെ ആ ഒരു ദുശ്ശീലം ഒഴിവായി കിട്ടുക. അങ്ങനെയാണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല ഹിമ്മത്ത് വരണം. നല്ല ഒരു ഖിയാം റമദാൻ, വിശുദ്ധ റമദാനിലെ തറാവീഹിൻ്റെ സമയം വരും. തറാവീഹ് നിസ്കാരമൊക്കെ നമുക്ക് പരിപൂർണമായിട്ട് നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി റമദാൻ വന്ന ആകെ ചർച്ച ഇതിപ്പോൾ 8 9 ഇതിപ്പോൾ ആകെ 50 കൊല്ലമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഈ കൊല്ലം വരും ഒരു മൗലവി അങ്ങനെ വേള് പറയുന്നു, അത് 8 സമർത്ഥിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ അവരാരാണെന്ന് പഠിച്ചാൽ കുറേ വിശദീകരണങ്ങൾ ഒഴിവായി കിട്ടും. ആ മഹത്തുക്കൾ ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്മാരുടെ മുമ്പ് വന്നവരാണ്. അവർക്ക് കിട്ടി. നമ്മൾ ബുഖാരി ഇമാമിൻ്റെ ഹദീസ് എടുത്തിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ഇതും ഇതിലപ്പുറവും കിട്ടിയവരാണ് മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ. വ്യത്യസ്തമായ റിവായത്തുകളും വ്യത്യസ്ത ആശയങ്ങളും വരുന്ന ഹദീസുകളെയാണ് മുജ്തഹിദായ ഇമാമുമാർ ചർച്ച ചെയ്യുക. ഒരു 5 നേരം നിസ്കരിക്കുക, അതിന് മദ്ഹബിൻ്റെ അഭിപ്രായമല്ല. കാരണം അത് 5 തന്നെ, അത് കുറഞ്ഞോ ഏറെയോ വേറെ വന്നിട്ടില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു, വ്യത്യസ്ത ഹദീസുകൾ, വ്യത്യസ്ത ആശയങ്ങൾ കാണുന്നു. എന്തു ചെയ്യണം? ഇവിടെയാണ് ഹദീസിൻ്റെ പണ്ഡിതന്മാർ മുജ്തഹിദീങ്ങളായ ഇമാമുമാർ ആ വിഷയം ചർച്ച ചെയ്യുക. ഡെഡ്യൂസിങ് ദ റൂൾസ് ഓഫ് ഇസ്ലാം. നമ്മുടെ റൂൾസിൽ നമ്മുടെ സോഴ്സുകളിൽ നിന്ന് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, അത് കഴിഞ്ഞ് വേറിൻ്റെ ഉറുഫുണ്ട്, ഇസ്തിഹ്സാനുണ്ട്, മസാലിഹുൽ മുർസലയുണ്ട്. ഇതൊക്കെ നമ്മുടെ ദീനിൻ്റെ സോഴ്സുകളാണ്. നമ്മൾ എവിടെ നിന്ന് ഹദീസ് കിട്ടി? അത് ബുഖാരി ഉണ്ടോ മുസ്ലിമിലുണ്ടോ? എന്താ ചോദിക്കുക. പുണ്യ സഹോദര, ബുഖാരി മുസ്ലിം മാത്രമല്ല ശറഇൻ്റെ സോഴ്സ്. ഹദീസ് മാത്രമല്ല. വിശുദ്ധ ഖുർആനിലുണ്ടോ? ശരി, ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? തീർന്നോ? ഇല്ല. ഇജ്മാഇലുണ്ടോ? ഖിയാസിലുണ്ടോ? ഉറുഫിലുണ്ടോ? മസാലിഹ് മുർസലയിലുണ്ടോ? ഇസ്തിഹ്സാനിലുണ്ടോ? ഇതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്കൊരു വിഷയം ഉണ്ടെന്ന് പറയാൻ പാടുള്ളൂ. ഒരു ഹദീസ് വെച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടില്ല. അങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് സർജറിക്ക് ചെന്നാലേ അവർ നമ്മൾക്ക് ബ്ലോക്ക് ഉണ്ട് കേട്ടോ, ശരിയാക്കണം, ഒന്ന് ഓപ്പറേഷൻ വേണം, ഇത്രേ പറയുള്ളൂ. ആ ഞരമ്പിനൊരു പേരുണ്ടാവും, ആ ബ്ലോക്കിന് പേരുണ്ടാവും, ഇയാൾക്കുണ്ടാകുന്ന ഈ അസുഖത്തിൻ്റെ സിംറ്റംസിനൊരു പേര് വേറെ ഉണ്ടാവും. ഇതൊന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല. എന്ത് രോഗിക്ക് എന്തിനാ അതിൻ്റെ ആവശ്യം? ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ, അത് കാര്യം മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ആലിമീങ്ങൾ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? അപ്പോൾ 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളും ഈ ഹദീസുകളും അതിനപ്പുറവും കണ്ട ആളുകൾ കണ്ടെത്തിയത് അത് 20 റക്അത്താണെന്നാണ്. പിന്നെ ഒരു രാജ്യത്തെ നിയമമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫത്വകളോ നമ്മൾ മറികടക്കല്ല. നമ്മൾ എന്ത് ചെയ്യുക? 20 നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ 20 തന്നെ നിസ്കരിക്കുക. 4 മദ്ഹബ് അങ്ങനെ നമ്മൾ പറയില്ലേ, മക്കയിലും മദീനത്തൊക്കെ 20 തന്നെയല്ലേ. പലതും നമ്മൾ അങ്ങോട്ട് ഖിയാസ് ചെയ്യുക, അത് മാത്രം ഉണ്ടല്ല. അള്ളാഹ് അവിടെ 20. മുത്തുനബിയുടെ പള്ളിയിലും മക്കയിലെ പള്ളിയിൽ 20 നിസ്കരിക്കുക.
എന്തെന്നറിയോ, നാലാലൊരു മദ്ഹബ് പ്രകാരമാണ് അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, വിശേഷിച്ച് ഈ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ. അപ്പോൾ അവർ കണ്ടെത്തിയതിനപ്പുറം ഒരു വാട്സപ്പ് പ്രാസംഗികനും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് വെറുതെ ഹദീസും പറഞ്ഞിട്ട് തെളിവുണ്ടോ പൊന്നു ചങ്ങാതി, ഇതൊക്കെ നീ പഠിക്കാൻ നിൻ്റെ ജീവിതത്തിൽ എത്ര വർഷം നീ ചെലവഴിച്ചിട്ടുണ്ട്? ചോദിക്കണോ, നീ എത്ര വർഷം ദീൻ പഠിച്ചിട്ടുണ്ട്? ഞാൻ 4 പ്രസംഗം കേട്ടിട്ടുണ്ട്, അത്രേ ഉണ്ടാവുള്ളൂ. 4 ക്ലാസ്സിൽ ഞാൻ സ്ഥിരം പോയിരിക്കാറുണ്ട്. അതല്ല വിഷയം. ഇത് പഠിച്ച ആലിമീങ്ങൾ, മുജ്തഹിദീങ്ങളായ ആളുകൾ തെളിയിച്ച വിഷയമാണ്. അതുകൊണ്ട് ഈ കുറേ ചർച്ച വരും റമദാൻ 8 20 മിണ്ടാൻ നിൽക്കണ്ട, നോക്കാനും നിൽക്കണ്ട. നമ്മുടെ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളിലും 20ആണ്. അത് തെളിയിക്കാൻ അത് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഖിയാമുൽ ലൈൽ, വിശുദ്ധ റമദാനിലെ തറാവീഹും അതുപോലെ ഇത് കഴിഞ്ഞിട്ടും സാധിക്കുന്ന ആളുകളൊക്കെ നിസ്കാരം വർദ്ധിപ്പിക്കുക. അള്ളാഹു നമ്മൾ തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു തന്നൊരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അള്ളാഹു വലിയൊരു അവസരം നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുകയാണ്. അള്ളാഹു തആല ഈ അവസരം ശരിക്കും മുതലെടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് നന്മ വർദ്ധിപ്പിക്കുകയും ശരീരം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യേണ്ട ഈ സമയത്തിൽ ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുക, സങ്കടപ്പെട്ട് മടങ്ങുക. തൗബ എന്ന് പറഞ്ഞത് ഏതാനും ചില വാക്കുകളല്ല. തൗബ എന്ന് പറഞ്ഞ് നമ്മൾ പറയില്ല, ഉസ്താദന്മാർ തൗബ ചൊല്ലിത്തന്നു, ശരിയാണ്, അവരതിൻ്റെ ആശയം അറിയുന്നവരാണ്. ഒരു മനുഷ്യൻ ഓരോ വിഷയത്തിലും തൗബ ചെയ്യണമെന്ന, ഓരോ തെറ്റിലും, മിൻ കുല്ലി സഗീറത്തിൻ വ കബീറ, എല്ലാ ചെറുദോഷത്തിനും വൻപാപത്തിനും എന്ത് വേണം? തൗബ ചെയ്യണമെന്നാണ് പരിശുദ്ധ ഇമാമിയങ്ങളൊക്കെ ഹദീസിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നാളെ തൗബ ചെയ്യട്ടെ എന്ന് പറയല, ഇന്ന് തന്നെ റബ്ബേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ വിവരമില്ലായ്മ കൊണ്ടോ വിവരമില്ലാന്ന് നടിച്ചതുകൊണ്ടോ അറിഞ്ഞിട്ടും അറിയാതെയും കൂട്ടത്തിലും ഒറ്റക്കും സ്വകാര്യമായും പരസ്യമായും ചെയ്തു കൂട്ടി എല്ലാ തെറ്റുകളും അല്ലാമുൽ ഗുയൂബായ അള്ളാഹുവെ നിനക്കറിയുമല്ലോ റബ്ബേ, അത്രയൊന്നും നിന്നെപ്പറ്റി ഞാൻ അന്ന് മനസ്സിലാക്കിയിരുന്നില്ല പടച്ചോനെ, ഇന്ന് ഞാൻ അറിഞ്ഞു. അള്ളാഹുവെ, ഞാൻ മറന്നുപോയ തെറ്റുകൾ വരെ ഉണ്ടാകും, എല്ലാം എനിക്ക് നീ മാപ്പ് തരണം പടച്ചവനെ. ഞാനിനി ഒരു തെറ്റിലേക്കും പോകില്ല റബ്ബേ. ചെയ്തു പോയ തെറ്റെങ്ങാനും നീ പുറത്തു തന്നില്ലെങ്കിൽ ദുന്യാവിലെ തീയിൻ്റെ 70 ഇരട്ടി ചൂടുള്ള നരകത്തിൽ പോയി ഞാൻ കരിയേണ്ടവനായിരിക്കും. അള്ളാഹുവിനെ നീ പുറത്തു തരണം റബ്ബേ, ഞാനങ്ങോട്ട് പോകില്ല. ഈ തൗബയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മനുഷ്യരുമായുള്ള ഇടപാടുകളാണ്. മോഷണം നടത്തിയിട്ടുണ്ട്, ആരുടെയെങ്കിലും പൈസ അന്യായമായി കൈപ്പറ്റിയിട്ടുണ്ട്. സൂര്യൻ ഉദിക്കുന്നവരെ സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച് അവിടെ തന്നെ ദിക്ർ ചൊല്ലിയിരിക്കുകയും എന്നിട്ട് സൂര്യൻ ഉദിച്ചൊരു 10-20 മിനിറ്റ്, ഒരു കുന്തത്തിൻ്റെ അത്ര ഉയരാന്ന് പറയാം, അത് 20 മിനിറ്റ് സമയം ഏകദേശം, അത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കാരം, അത് ഇഷ്റാഖിൻ്റെ നിസ്കാരം അല്ലെങ്കിൽ ളുഹയുടേതെന്ന് പറയാം. ളുഹയും ഇഷ്റാഖും രണ്ടും രണ്ടാണെന്നും രണ്ടും ഒന്ന് തന്നെയാണെന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായിരുന്നാലും ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് പോരുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അതൊരു ഉംറ ചെയ്ത കൂലിയാണെന്നും ഒരു ഹജ്ജിൻ്റെ കൂലിയാണെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഉംറത്തുൻ ഫി റമളാന തഅദിലു ഹജ്ജതൻ മഇ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉംറയിൽ ഒരു ഹജ്ജിന്, ഉംറക്ക് റമളാനിൽ ഉംറക്ക് പോകുന്നവർ നബി തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലിയാണ്. അതുകൊണ്ട് ഉംറക്ക് പോകുന്ന ആളുകളൊക്കെ ഇൻഷാ അള്ളാഹ് നമ്മുടെ സദസ്സിൽ ഇന്ന് വന്ന എല്ലാവരെയും, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, മൊത്തത്തിൽ നിയ്യത്ത് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ ശനിയാഴ്ച വരുന്നവർ, ഇതിൻ്റെ മുമ്പ് വന്നവർ, അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണമെന്നും ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാനും സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാനും ഇത്രയും കാര്യങ്ങൾ അടിയന്തരമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലും ഓർമ്മയിലും എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ഉംറക്ക് പോകുന്നവരോട് മൊത്തത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല അത് സ്വീകരിക്കട്ടെ. അപ്പം നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഉംറ ചെയ്യാനുള്ള ഭാഗ്യമാണ് എന്ത്? സുബഹിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുക, സൂര്യ ഉദിച്ച് നമുക്ക് ഡ്യൂട്ടിയൊന്നുമില്ല എങ്കിൽ ഒരാൾക്ക് തോന്നുക, പടച്ച റബ്ബേ എനിക്ക് 7 മണിക്ക് റിപ്പോർട്ട് ചെയ്യണമല്ലോ, ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ 3/4 മണിക്കൂർ ഡ്രൈവും ചെയ്യണം, എന്നെ കൊണ്ടാവില്ലല്ലോ പടച്ചോനെ, എങ്ങാനും എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്ന നല്ലൊരു നിയ്യത്ത് മനസ്സിലുണ്ടെങ്കിൽ നിയ്യത്തിന് അള്ളാഹു കൂലി തരും. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. അങ്ങനെ ഒരു ദിവസം ജോലി ഓഫ് കിട്ടിയെന്ന് വിചാരിക്കുക, അന്ന് പോയി കിടന്നുറങ്ങരുത്. എന്ത് ചെയ്യണം? അന്ന് ഇത് ചെയ്യണം. അപ്പോഴാണ് ആ നിയ്യത്ത് നല്ല നിയ്യത്താണെന്ന് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ സൂറത്തുൽ കഹ്ഫിൻ്റെ CD ഇവിടെ ലഭ്യമാണ്. നമ്മുടെ ബുർദ മജ്ലിസ് നാളെ ഇവിടെ ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് 2 കാര്യങ്ങൾ ഓർമ്മിക്കുക. 14 വർഷമായി കുട്ടികളില്ലാത്ത 2 സഹോദരങ്ങൾക്ക് ദാറുൽ ഹുദയിലേക്ക് നമ്മൾ ഒരു പഞ്ചസാര നേർച്ചയാക്കുക അല്ലെങ്കിൽ അവിടെ സ്വതക്ക കൊടുക്കാൻ നിയ്യത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നവർ ചെയ്തു. അൽഹംദുലില്ലാ, അവരുടെ ഭാര്യമാർ ഗർഭിണികളാണ്. അള്ളാഹു അവർക്ക് പരിപൂർണമായ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഗർഭസംബന്ധമായ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹു സഹോദരിമാർക്ക് ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ഒരു നല്ല സന്തോഷ വാർത്തയാണ്. അള്ളാഹു തആല ഒരു നല്ല കാര്യത്തിന് ഉത്തരം തന്നതാണ്. അപ്പം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അതിലൊരു താല്പര്യം, ഇതിപ്പോൾ വലിയ
ഒന്നുമല്ല, ഒരു ചാക്ക് പഞ്ചസാര, അത്ര ഒരു ചാക്ക് പൊന്നൊന്നും കൊടുക്കണ്ട, ഒരു ചാക്ക് പഞ്ചസാര എപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായതിന് ശേഷം കൊടുക്കുക. അതാണ് അവിടെ നിയത്ത് ചെയ്യുക. അപ്പോൾ ഇതിൽ മുമ്പേ ഉള്ളത് അങ്ങനെ മുമ്പിവിടെ പറഞ്ഞതാണ്. അവിടെ എല്ലാ തിങ്കളാഴ്ചയും മഹാനായ ചെറുശ്ശേരി ഉസ്താദുള്ള സമയത്ത് ഉസ്താദാണ് ദുആക്ക് നേതൃത്വം കൊടുക്കുക. എല്ലാ തിങ്കളാഴ്ചയും അസ്രസ്കാരം കഴിഞ്ഞ് അവിടെ ദുആ ഉണ്ട്. അപ്പോൾ അവിടെ പോവുക, ചെമ്മാട് പോവുക. ഇവിടെ നിന്ന് കാസർഗോഡ് കണ്ണൂരൊക്കെ ഉള്ളവരും അല്ലെങ്കിൽ തെക്കുള്ളവരൊക്കെ ട്രെയിനിന് വന്ന് പരപ്പനങ്ങാടി സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തിരൂരോ താന്നൂരോ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് പരപ്പനങ്ങാടി. കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ ഫറൂഖ് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ വണ്ടിയൊക്കെ നിർത്തുന്നത് പരപ്പനങ്ങാടി ആയിരിക്കും. അവിടെ ഇറങ്ങിയാൽ വളരെ ആകെ 6-7 കിലോമീറ്റർ ഉള്ളൂ ദാറുൽഹുദയിലേക്ക്. ബസ്സോ ഓട്ടോറിക്ഷ എന്തും കിട്ടും. ചെന്നിട്ട് എന്ത് ചെയ്യുക, തിങ്കളാഴ്ച ദുആ നടക്കും. ഇപ്പോൾ അവിടെ ലീവാണ്, റമളാൻ്റെ ലീവിലാണ്. കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. പെരുന്നാൾ കഴിഞ്ഞ് 6 നോമ്പ് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാൽ അവിടെ ക്ലാസ് തുടങ്ങും ചെയ്യും ഏകദേശം. അപ്പോൾ ദുആക്ക് ചെല്ലുക, ദുആക്ക് നിയത്ത് ചെയ്യുക. എന്ത് അള്ളാഹു മക്കളൊന്നുമില്ല. അപ്പോൾ അവിടെ ബഹാദി ഉസ്താദ് ഉണ്ടാവും, കുരിയാട് ഉസ്താദ് ഉണ്ടാവും, ഡോക്ടർ ബഹാവുദ്ദീൻ നദവി ഉസ്താദാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വേറെ ഉസ്താദില്ലെങ്കിൽ വേറെ പണ്ഡിതന്മാർ ഉസ്താദന്മാർ 1500-ലേറെ മുതഅല്ലിമീങ്ങളുണ്ടാവും ആ ദുആക്ക്. അതാണ് പ്രത്യേകത. എല്ലാവരും 1500 യാസീൻ ഓതുകയാണ്. എന്നിട്ട് ദ്വാരക്കാൻ വേണ്ടി പറയും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തെ അബുദാബിയിലെ ഇന്നാലിന്നാൾ, ദുബൈയിലെ നമ്മുടെ കമ്മിറ്റിൻ്റെ ഇന്നാലിന്നാൾ, അബുദാബിയിൽ നിന്ന് സംഭാവന കൊടുത്താൽ കുറേ വായിക്കാറുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒക്കെ കാണും, റബ്ബേ എവിടെയായിരിക്കും പോയി അബുദാബി എന്നൊക്കെ അന്നിങ്ങനെ ആലോചിക്കാം. സുബ്ഹാനല്ലാഹ്. കുറേ ആളുകൾക്ക് വേണ്ടി അവിടെ ഇങ്ങനെ ലിസ്റ്റ് വായിക്കും. നമ്മുടെ ബഹ്റൈനിലും സൗദിയിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ സംഭാവനകൾ വായിക്കും. അവർക്ക് ദ്വാരക്കാണ്. അപ്പോൾ ദ്വാരക്കും ഇവിടെ പറയാം എന്ത്, അവരോട് ഉസ്താദന്മാരോട് പറയാം കുട്ടി ഉണ്ടായിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, ഒരു ചാക്ക് പഞ്ചസാര ഞങ്ങൾ ഇവിടേക്ക് നേർച്ചയാക്കുന്നുണ്ട്, സ്വതക്ക ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഉണ്ടായതിന് ശേഷം കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഞങ്ങൾ പഞ്ചാര ചാക്ക് ഇട്ടാൽ ഏർപ്പാടാണെന്ന് വിചാരിക്കേണ്ട, അങ്ങനത്തെ ഒരു പ്രയാസമൊന്നും അവിടെ ഇല്ല. പക്ഷേ നിങ്ങളൊരു നിയ്യത്ത് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു മക്കളില്ലാത്തവർക്കൊക്കെ ഏതെങ്കിലും സബബിലൂടെ അള്ളാഹു തആല ഖൈറായ മക്കൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ദാറുൽഹുദയുടെ ഒരു ബ്രാഞ്ച് ഇപ്പോൾ നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ വരുന്നുണ്ട്. അതിന് നമ്മുടെ പ്രധാനപ്പെട്ട ഉസ്താദുമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട വലിയ തങ്ങളുടെ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ശിഹാബ് തങ്ങൾ മജ്ലിസ് വയനാട് വാഗേരിയിലാണ്. അപ്പോൾ റമളാനിൽ വയനാടൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഒന്ന് ആലോചിക്കുക, രക്ഷിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ 60 കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത്, 60 കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഈ വർഷം. വയനാട്ടുകാർക്ക് സന്തോഷ വാർത്ത, റമളാൻ മാസം അവിടെ അഡ്മിഷൻ തുടങ്ങും. ദാറുൽഹുദയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ദാറുൽഹുദയിൽ തന്നെയും അഡ്മിഷൻ്റെ സമയം റമളാനിലാണ്. അവിടെ ഫോം വാങ്ങിക്കാൽ ദാറുൽഹുദൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, darulhuda.com. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഫോം ഫില്ലപ്പ് ചെയ്യുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ 5ാം ക്ലാസ് മദ്രസ പാസ്സായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മദ്രസ പരീക്ഷ എഴുതി റിസൾട്ട് ഇപ്പോൾ കിട്ടിയില്ല എന്ന് വരും, റമളാൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വരിക, കുഴപ്പമില്ല, ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടോ, ദാറുൽഹുദയിലേക്ക് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ബ്രാഞ്ചുകളിലേക്കും അപ്ലൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ശിഹാബ് തങ്ങൾ മജ്ലിസു ദഅവത്തുൽ ഇസ്ലാമിയ ഉണ്ട് ബത്തേരിയിലെ വാഗേരിയിൽ, അവിടെയും കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻ പറയും, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് അവിടുത്തെ എഴുത്തു പരീക്ഷ, വാചക പരീക്ഷ, ഒരു മദ്രസ 5ാം ക്ലാസ്, സ്കൂൾ 5ാം ക്ലാസ്സിൻ്റെ ഈ ലെവലിൽ കുട്ടിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. എഴുത്തു പരീക്ഷ ഉണ്ടാവും, വാചക പരീക്ഷയുണ്ടാവും. അതിലൊക്കെ നല്ല മാർക്കുള്ള 40-80 കുട്ടികളെയാണ് എല്ലാ ബ്രാഞ്ചുകളിലും എടുക്കുക. ദാറുൽഹുദയിൽ 80 കുട്ടികൾ എടുക്കും, 40 കുട്ടികൾ നമ്മുടെ മറ്റ് നോർത്തേൺ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഉറുദു സംസാരിക്കുന്ന കുട്ടികളെ 40 ആളെടുക്കുക, 40 മലയാളികളും. പിന്നെ ദാറുൽഹുദൻ്റെ ബ്രാഞ്ചുകൾ എല്ലായിടത്തും ഉണ്ട്. താന്നൂരുണ്ട്, കോട്ടക്കല പറപ്പൂരുണ്ട്, പിന്നെ തൂതയിലുണ്ട്, ഒരുപാട് ഓർമ്മ വരുന്നില്ല, കണ്ണാടിപ്പറമ്പിലുണ്ട്, പിന്നെ കുറേ ഉണ്ട്. ഏതായിരുന്നാലും വയനാട് ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഈ വർഷം വയനാട്ടുകാരെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് അഡ്മിഷനോടെ കൊണ്ടുപോയി ഇരുത്തുക. പൈസ ഒന്നും ചിലവില്ല. ഇത് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് വേണ്ടാന്ന് തോന്നണ പോലെ ഇപ്പോൾ കുഴപ്പം. അതിന് ഫീസൊക്കെ അവിടേക്കുള്ള കാലത്ത് തന്നെ ഫീസൊന്നും വേണ്ടാന്ന് പറയല. 12 കൊല്ലം പിന്നെ പഠനം ഫ്രീ ആണ്. 12 കൊല്ലം കിതാബും എല്ലാം പഠിച്ച് സയൻസും കമ്പ്യൂട്ടറും ഒക്കെ പഠിച്ച് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയും കഴിഞ്ഞിട്ട് ഇറങ്ങുക. അപ്പോഴാണ് ഈ ഹുദവി എന്ന് പറഞ്ഞ ബിരുദാവുക. 12 കൊല്ലം ഇരുന്ന് പഠിക്കണം. അപ്പോൾ അതിനുള്ള സൗകര്യം വന്നിരിക്കുകയാണ്. നമുക്ക് അവർ തുടങ്ങുകയാണ്. വയനാടിൻ്റെ സിറ്റുവേഷൻ നമുക്കറിയാലോ. അപ്പോൾ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളാണ്, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾക്കൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് 900 ദിർഹംസ്, 1000 ദിർഹംസ് വേണ്ട, 900 ദിർഹംസാണ് ഒരു കുട്ടിക്ക്. നമുക്ക് മക്കളൊന്നുമില്ല, അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കുട്ടി എത്ര കാലം പഠിക്കുന്നോ, പഠിച്ചത് അമൽ ചെയ്യുന്നു, അതിൻ്റെയൊക്കെ കൂലി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു നല്ലൊരു സ്വതക്കയാണ്, ജാരിയായ സ്വതക്കയിലൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തരും. അള്ളാഹു അങ്ങനെ അനുഗ്രഹിക്കട്ടെ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ 15 കുട്ടികളെ നമുക്ക് 45 കുട്ടികൾ കൂടെ ബാക്കിയുണ്ട്. ഒരു കുട്ടിക്ക് 900 ദിർഹംസാണ്. അപ്പോൾ ഒരു കുട്ടിനെ, 2 കുട്ടിനെ, അരക്കുട്ടിനെ ഒക്കെ ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 900 ദിർഹംസ് നമ്മുടെ ഉസ്താദോടെ വന്നിട്ടുണ്ട്. ഈ വിഷയം ഇവിടെ ഡ്രസ്സിലേക്ക് ഏൽപ്പിക്കുക. നമ്മൾ കുട്ടിയെ കിടക്കാനുള്ള കട്ടിൽ 60 കട്ടിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അർഷാദ് അത്തോളി കാലിന് ലിക്വിഡ് പോലെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നു, ദുബായിലാണ്.
മുഹമ്മദ് റുസൈൻ, അള്ളാഹുവെ കുട്ടിക്ക് നീ പരിപൂർണമായ ശിഫ കൊടുക്കണേ തമ്പുരാനെ, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ റബ്ബേ. പിന്നെ ഒരു കല്യാണ വിഷയത്തിലൊരു നമ്മുടെ സുഹൃത്തിൻ്റെ മോൻ ഭാര്യയുമായുള്ള പിണക്കത്തിനും വിഷയത്തിലൊക്കെ ആയിട്ട് അവൻ്റെ മനസ്സ് നന്നാവാനും ശരിയാവാനും വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ കുടുംബജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, ആമീൻ. നമ്മുടെ വളരെ വേണ്ടപ്പെട്ടൊരു സുഹൃത്തിൻ്റെ ബന്ധത്തിൽ ഷാർജയിൽ ഒരു സഹോദരി പനി വന്ന് നാട്ടിൽ എറണാകുളത്താണ്, അത് ക്യാൻസറിൻ്റെ വിഷയമാണോ എന്നൊക്കെയുള്ള വിഷയത്തിൽ ഡയഗ്നോസ് ചെയ്യാൻ വിട്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഉള്ളൊരു ചെറിയ ചെറുപ്പക്കാരി പെണ്ണാണ്. അള്ളാഹുവെ അത്തരം മാരകങ്ങളായ അസുഖങ്ങളൊന്നുമില്ലാതെ ആ സഹോദരിക്ക് നീ വളരെ പെട്ടെന്ന് ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ, സലാമത്ത് കൊടുക്കണേ റബ്ബേ, ആമീൻ. മുമ്പൊക്കെ പനി വന്ന് നമ്മൾ പാരസെറ്റമോൾ കുടിച്ചാൽ മതി എന്നാണ് പറയാം. ഒരു പനി ഒരു വേദനയ്ക്ക് വരുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ റബ്ബേ, അത് ക്യാൻസറിൻ്റെ സിംറ്റംസ് ആണോ, തലവേദന വന്ന ബ്രെയിൻ ക്യാൻസർ ആണോ, ട്യൂമറാണോ, അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അള്ളാഹു സലാമത്ത് നൽകട്ടെ, നമ്മളെല്ലാവരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. നമ്മുടെ തിരുവമ്പാടിയിൽ സമസ്തയുടെ കീഴിൽ അവിടുത്തെ നമ്മുടെ പ്രവർത്തകരൊക്കെ കൂടി ഒരു മദ്രസ തുടങ്ങുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സാദാ വിഷയവുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒന്നാം നില എത്ര പില്ലറാണ്? 80 പില്ലർ, 18 പില്ലർ വേണമല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാം നിലയാണ് മഹാനായ ശംസുൽ ഉലമയുടെ നാമധേയത്തിൽ അവിടെ ഒരു വലിയ പ്രസ്ഥാനം, അവിടെ നമ്മുടെ ഈ സ്ഥാപനം കടന്നു വരികയാണ്. അള്ളാഹു തആല അത് വിജയിപ്പിക്കട്ടെ. ഒരു പില്ലർ വാർക്കാനുള്ള ചിലവ് പറഞ്ഞ എത്രയായിരുന്നു? 25,000 രൂപ നാട്ടിലല്ലേ. സാധിക്കുന്ന ആളുകൾ ആ വിഷയത്തിലേക്ക് നിങ്ങൾ അറിയിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട്, പിന്നെ എല്ലാം കൂടെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ബോറടിക്കേണ്ട. പിന്നെ റമദാൻ പിന്നെ നമ്മൾ ക്ലാസ്സില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാം പറയണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ മജ്ലിസുൽ ഫിർദൗസ് എന്ന മസ്ജിദുൽ ഫിർദൗസ് നമ്മുടെ SKSF-ൻ്റെ കീഴിൽ നമ്മുടെ മലയോര ജില്ലകളിലൊക്കെയായി നമ്മളൊരു 7 പള്ളി ഉണ്ടാക്കുന്നൊരു സംവിധാനം മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു. അതിൽ 3 പള്ളി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ അടിപ്പറമ്പിലും അതുപോലെ തന്നെ തിരുവഴിയാട്. അതിൻ്റെ ഉദ്ഘാടനം ജൂൺ 2-ന് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ കൊളമംഗലത്ത് ജൂൺ 3-ന് വെള്ളിയാഴ്ച ഒരു പള്ളി ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സഹായിച്ച ആളുകളൊക്കെ ഉണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ തക്ക പ്രതിഫലം റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. വീണ്ടും ആ വിഷയത്തിലേക്കൊക്കെ സഹായിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ശ്രദ്ധയിൽ ഉണ്ടായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇവിടെ ദുആ ഇറക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നമ്മുടെ ക്ലാസ് ലൈവ് കേൾക്കുന്നവർ ഒക്കെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നവർ ഒക്കെയാണ്. അവരുടെയൊക്കെ എല്ലാവർക്കും അള്ളാഹു ഇവിടെ ചോദിക്കുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകട്ടെ, ആമീൻ. മകൾ 5 വയസ്സായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടില്ല, വളർച്ച കുറവാണെന്ന് പറഞ്ഞു. അള്ളാഹു നീ കുട്ടിക്ക് ശിഫ കൊടുക്കണേ തമ്പുരാനെ. പിന്നെ രോഗശമനത്തിനും ഇവിടുത്തെ ഗൾഫിലുള്ള ജീവിത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും ഒക്കെയായി ഒരുപാട് ആളുകളുടെ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹുവെ നീ എല്ലാം അറിയുന്നവനാണ്, ഇവിടെ എഴുത്ത് തന്നതും തരാത്തതും ഒക്കെ അറിയുന്ന റബ്ബേ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ നീക്കി കൊടുത്ത് സലാമത്താക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم. اللهم اغفر لنا، اللهم اغفر لنا، اللهم اغفر لنا ولمن أطعمنا وسقانا ولمن حضر معنا وغاب عنا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اشفنا، اللهم اشفنا واشف نساءنا ورجالنا وكهولنا وشبابنا وأطفالنا. اللهم اشف أولادنا وبناتنا. اللهم اشفنا، اللهم اشفنا، اللهم اشفنا. اللهم اشف مرضانا وعافنا وعاف مبتلانا وارحمنا وارحم موتانا وموتى المسلمين يا أرحم الراحمين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم بارك لنا فيما بقي من شعبان وبلغنا رمضان، ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم بارك لنا فيما بقي من شعبان وبلغنا رمضان. اللهم سلمنا إلى رمضان وسلم رمضان إلينا وتسلمه منا. اللهم وفقنا فيه للصيام والقيام وتلاوة القرآن. اللهم إن لك في كل ليلة من ليالي شهر رمضان عتقاء
تعتقها بعفوك اجعل رقابنا ورقاب آبائنا ومشايخنا وأساتذنا من تلك الرقاب يا تواب يا وهاب. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك اللهم من غلبة الدين وقهر الرجال. اللهم أغننا بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد المسلمين. اللهم ألبس حكام الإمارات لباس التقوى والعافية. اللهم اغفر لأمة محمد صلى الله عليه وسلم. اللهم تجاوز عن أمة محمد صلى الله عليه وسلم. اللهم اغفر لأمة محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته يا رب العالمين. اللهم اكتب لنا عمرة وحجة مبرورة. اللهم ارزقنا زيارة نبيك مرارا. اللهم أحسن عاقبتنا وخاتمتنا في الأمور كلها. اللهم ربنا ارزقنا لقاءك ولقاء نبيك سيدنا محمد صلى الله عليه وسلم. اللهم توفنا مسلمين وأنت راض عنا في ليلة الجمعة أو في نهارها واجعل آخر كلامنا لا إله إلا الله. توفنا وأنت راض عنا يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. وبحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. സമയം വൈകിയതുകൊണ്ട് സെൻറ്ററിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ആളുകൾ